പൊൻതിളക്കമാർന്ന 69 വർഷങ്ങളുടെ ഐതിഹാസികമായ ചരിത്രം പേറുന്ന ഒരു അക്ഷര ജ്യോതിയായി അനേകായിരം കുഞ്ഞുങ്ങൾക്ക് ആദ്യ പ്രവേശന കവാടമായി അങ്കമാലി എന്ന നാടിന് അഭിമാനമായി അങ്കമാലി ജോളി നഴ്സറി സ്കൂൾ അതിൻ്റെ ജൈത്രയാത്ര ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ചരിത്ര നേട്ടങ്ങളുടെ സ്മരണ ഉയർത്തുന്ന ഈ വാർഷിക പൊതുവേദിയിൽ 2024-25 അധ്യയന വർഷത്തിൽ അഭിമാനാർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമ്മെ അനുഗ്രഹിച്ച വിശ്വഗുരുവായ ദൈവത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ജോളി നഴ്സറി സ്കൂളിൻ്റെ പ്രവർത്തന വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു. കുരുന്നു മനസ്സുകളിൽ വിരിയുന്ന പൊട്ടിച്ചിരികളും കാലൊച്ചുകളും കൊണ്ട് ഈ വിദ്യാലയത്തിന് തിരുമുറ്റം എന്നും ഉത്സാഹപൂരിതമാണ്. ഈ അധ്യയന വർഷത്തിൽ UKG, LKG, pre-KG ക്ലാസ്സുകളിലായി 215 കുട്ടികൾ വിദ്യ അഭ്യസിക്കുന്നു. കുരുന്നു മനസ്സുകൾക്ക് ധാർമ്മിക മൂല്യങ്ങളും അറിവിൻ്റെ ബാലപാഠങ്ങളും പകർന്നു കൊടുക്കുന്നതോടൊപ്പം ആത്മീയ ശിക്ഷണത്തിൽ അവരെ നയിക്കുന്നതിന് പ്രധാന അധ്യാപികയായ സിസ്റ്റർ ജസ്മി ജോസിനോടൊപ്പം 10 അധ്യാപകരും 3 അനധ്യാപകരും വളരെ ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്നു. FCCHS പ്രൊവിൻസിൻ്റെ കീഴിലുള്ള നിർമ്മല ഭവൻ FC കോൺവെൻറ്റിൻ്റെ പ്രേക്ഷിത മേഖലയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയത്തിന് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ഷെഫി ഡേവിസിൻ്റെയും എഡ്യൂക്കേഷണൽ കൗൺസിലർ സിസ്റ്റർ ഡെയ്സ് ജോൺ മറ്റ് കൗൺസിൽ അംഗങ്ങളുടെയും ഭാഗത്തു നിന്നുള്ള പ്രോത്സാഹനങ്ങളും നിർദ്ദേശങ്ങളും ധാരാളമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്
പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. കൂടാതെ നിർമ്മല ഭവൻ കോൺവെന്റിന്റെ സുപ്പീരിയർ സിസ്റ്റർ അമൽ ജോസിന്റെയും സമൂഹാംഗങ്ങളുടെയും നിസ്വാർത്ഥമായ സഹകരണവും നിരന്തര സാന്നിധ്യവും ഈ സ്ഥാപനത്തിന്റെ വളർച്ചയെ വളരെയേറെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വിദ്യാലയത്തിന്റെ വളർച്ചയ്ക്കും ഉന്നതിക്കും സഹായകമേകുന്ന എല്ലാവർക്കും, ഇതിന്റെ അധികാരികൾക്കും മാതാപിതാക്കൾക്കും എല്ലാ കുഞ്ഞുമക്കൾക്കും എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ 2024-25 അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങൾ അടങ്ങുന്ന വിഷ്വൽ റിപ്പോർട്ട് ഇവിടെ ആരംഭിക്കുന്നു. പ്രവേശനോത്സവം 2024 ജൂൺ 5-ാം തീയതി അങ്കമാലി സെന്റ് ജോർജ് ബസിലിക്ക റെക്ടർ റവറൻ ഫാദർ ലൂക്കോസ് കുന്നത്തൂർ ദീപം തെളിയിച്ച് അനുഗ്രഹ പ്രാർത്ഥനയും സന്ദേശവും നൽകി 2024-25 അധ്യയന വർഷം ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയത്തിനും പരിസരത്തിനും ആത്മീയ സംരക്ഷണം അപേക്ഷിച്ചുകൊണ്ട് വെഞ്ചരിക്കുകയും ചെയ്തു. നിർമ്മല ഭവൻ സുപ്പീരിയർ സിസ്റ്റർ അമൽ ജോസ്, മാതാപിതാക്കളുടെ പ്രതിനിധി ശ്രീമതി സൗമ്യ റിൻഡോ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വർണ്ണശബളമായ ക്രൗൺ അണിയിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഹൃദ്യമായ സ്വീകരണവും മധുരപലഹാരങ്ങളും നൽകി. സ്കൂൾ അസംബ്ലി ഈശ്വരാനുഗ്രഹം യാചിച്ചുകൊണ്ട് കൂപ്പുകൈകളോടെ എല്ലാ ദിവസവും 9:30 കുട്ടികളും അധ്യാപകരും അസംബ്ലിയിൽ പങ്കെടുത്ത് ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. ഓരോ ആഴ്ചകളിലും ഓരോ ക്ലാസ്സുകാർ അസംബ്ലിക്ക് നേതൃത്വം നൽകുന്നു. കുട്ടികളുടെയും അധ്യാപകരുടെയും ജന്മദിനങ്ങൾ അസംബ്ലിയിൽ വിഷ് ചെയ്ത് സമ്മാനങ്ങൾ നൽകുന്നു. അസംബ്ലിയോടനുബന്ധിച്ച് എക്സസൈസ്, ആക്ഷൻ സോങ് എന്നിവയും ഹെഡ് മിസ്ട്രസിന്റെ അറിയിപ്പുകളും നടത്തുന്നു. പഠന പാഠ്യേതര പ്രവർത്തനങ്ങൾ പ്രീ-KG, LKG, UKG ക്ലാസ്സുകളിൽ അമേയ പബ്ലിഷേഴ്സ് പ്രകാരമുള്ള പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നു. ടേം എക്സാമുകൾ നടത്തുന്നു. കുട്ടികളുടെ കലാകായിക കഴിവുകൾ വളർത്തുന്നതിനായി ക്ലാസ്സുകളിൽ ആക്ടിവിറ്റികൾ കൊടുക്കുന്നു. അതോടൊപ്പം ഡാൻസ് ക്ലാസ്, മ്യൂസിക് ക്ലാസ് എന്നിവയിലൂടെ കുട്ടികളുടെ സർഗവാസനകളെ വളർത്തുവാനും പ്രോത്സാഹിപ്പിക്കാനും അവസരങ്ങൾ ഒരുക്കുന്നു. ക്ലാസ് PTA കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും മാതാപിതാക്കൾക്ക് അധ്യാപകരുമായി കുട്ടികളുടെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനുമായി ഓരോ ടൈമിലും ക്ലാസ് PTA നടത്തുന്നു. കുട്ടികളുടെ പഠന നിലവാരം വർദ്ധിപ്പിക്കുവാൻ സഹായകരമാം വിധം 3 ടൈമുകളിലായി പരീക്ഷ നടത്തുകയും ആൻസർ ഷീറ്റ് നൽകുകയും ചെയ്യുന്നു. അമേയ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ 2024 നവംബർ 8-ാം തീയതി അമേയ ടാലൻറ്റ് സെർച്ച് എക്സാം നടത്തുകയുണ്ടായി. LKG, UKG ക്ലാസ്സിലെ എല്ലാ കുട്ടികളും എക്സാമിൽ പങ്കെടുത്തു. അതിൽ LKG ക്ലാസ്സിലെ ആത്മിക് ജിനേഷിനും UKG ക്ലാസ്സിലെ അനയ ഡെവിനും ഫസ്റ്റ് റാങ്ക് ലഭിച്ചു. കൂടാതെ LKG, UKG ക്ലാസ്സിൽ നിന്നായി 4 കുട്ടികൾക്ക് സെക്കൻഡ് റാങ്കും 6 കുട്ടികൾക്ക് തേർഡ് റാങ്കും ലഭിച്ചു. 4 മുതൽ 15 വരെയുള്ള റാങ്കുകൾക്ക് 138 കുട്ടികൾ അർഹരായി. 39 കുട്ടികൾക്ക് ഡിസ്റ്റിങ്ഷനും 1 കുട്ടിക്ക് ഫസ്റ്റ് ക്ലാസും ലഭിക്കുകയുണ്ടായി. വിജയികളായ എല്ലാ കുട്ടികൾക്കും ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ദിനാചരണങ്ങൾ സെന്റ് അൽഫോൺസ ഡേ 2024 ജൂലൈ 28-ാം തീയതി ഈ വിദ്യാലയത്തിന്റെ മധ്യസ്ഥയായ വിശുദ്ധ അൽഫോൺസാമ്മയുടെ തിരുനാൾ സമുചിതമായി ആഘോഷിച്ചു. തിരുനാൾ ദിനത്തിൽ അൽഫോൺസാമ്മയുടെ ഗ്രോട്ടോയും സ്കൂൾ പരിസരവും ഭംഗിയായി അലങ്കരിച്ചു. സെന്റ് അൽഫോൺസയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ടാബ്ലോ, ഡാൻസ്, ആക്ഷൻ സോങ് എന്നിവയും നടത്തുകയും ആഘോഷ പരിപാടികൾ നിർമ്മല ഭവൻ അസിസ്റ്റന്റ് സുപ്പീരിയർ സിസ്റ്റർ ഡിവോഷ്യ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് 1:30 കുട്ടികളും അധ്യാപകരും ഗ്രോട്ടോയുടെ മുൻപിൽ അൽഫോൺസാമ്മയുടെ പ്രാർത്ഥനയും പാട്ടും നടത്തി അനുഗ്രഹങ്ങൾ യാചിക്കുന്നു. ഓണാഘോഷം പൂവിലും തളിരിലും വസന്തം വിടർത്തി മുറ്റത്തും മനസ്സിലും വർണ്ണങ്ങൾ നിറച്ച് ആർപ്പുവിളികളും ആരവവും ഓണപ്പാട്ടിൻ്റെ താളവും ഒത്തുചേർന്നൊരു ഓണാഘോഷം. 2 ദിവസങ്ങളിലായി വളരെ ഗംഭീരമായി ഓണാഘോഷ പരിപാടികൾ നടത്തി. ആദ്യ ദിനത്തിൽ കുട്ടികൾ കൊണ്ടുവന്ന പൂക്കൾ ഒന്നിച്ചു ചേർത്ത് മനോഹരമായ പൂക്കളം സ്കൂൾ മുറ്റത്ത് തയ്യാറാക്കുകയും കുട്ടികളുടെ കലാപരിപാടികൾ നടത്തുകയും ചെയ്തു. 2-ാം ദിനത്തിൽ കുട്ടികളെ ഒന്നിച്ചിരുത്തി തൂശനിലയിൽ ഓണസദ്യ നൽകി സന്തോഷം പങ്കുവച്ചു. ഓറഞ്ച് ഡേ സെലിബ്രേഷൻ നിറങ്ങൾ കുഞ്ഞു മനസ്സിൽ സന്തോഷവും അതിലേറെ വിസ്മയവും സൃഷ്ടിക്കുന്ന ഒന്നാണ്. മഴവില്ലിലെ 7 നിറങ്ങളിലൊന്നായ ഓറഞ്ച് കളർ കുട്ടികളിൽ ഒരു ഓർമ്മയായി തിളങ്ങി നിൽക്കാൻ തക്കവിധം ഓറഞ്ച് ഡേ സെലിബ്രേഷൻ നടത്തി. ജ്യോതിഭവൻ സുപ്പീരിയർ സിസ്റ്റർ റീസി ഓറഞ്ച് ഡേ സെലിബ്രേഷൻ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു. അന്നേ ദിവസം കുട്ടികൾ ഓറഞ്ച് കളർ ഡ്രസ് ധരിച്ചു വരികയും കുട്ടികൾക്ക് ഓറഞ്ച് കളർ സ്നാക്സ് നൽകുകയും ചെയ്തു.
കുട്ടികൾ വീടുകളിൽ നിന്നും കൊണ്ടുവന്ന ഓറഞ്ച് കളർ ക്രാഫ്റ്റ് ഐറ്റംസ് സ്കൂളിൽ അലങ്കരിച്ചു വെച്ച് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും കാണുവാനുള്ള അവസരമൊരുക്കുകയും ചെയ്തു. ഓറഞ്ച് ഡേ വളരെ ഭംഗിയായി നടത്താൻ മാതാപിതാക്കളുടെ നിസ്വാർത്ഥ സഹകരണമുണ്ടായിരുന്നത് നന്ദിയോടെ ഓർക്കുന്നു. ഫ്രൂട്ട്സ് ഡേ. ഫലവൃക്ഷങ്ങളും ഫലമൂലാദികളും വളർത്തുവാനും സംരക്ഷിക്കുവാനും അവയുടെ പ്രാധാന്യം കുട്ടികൾക്ക് മനസ്സിലാകുന്നതിനുമായി ഒക്ടോബർ മാസത്തിൽ ഫ്രൂട്ട്സ് ഡേ സെലിബ്രേഷൻ നടത്തുകയുണ്ടായി. ഓരോ ക്ലാസ്സിലെ കുട്ടികൾ വ്യത്യസ്തങ്ങളായ ഫ്രൂട്ട്സ് കൊണ്ടുവരികയും കുട്ടികളുടെ കലാപരിപാടികൾക്ക് ശേഷം ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി നൽകുകയും ചെയ്തു. ചിൽഡ്രൻസ് ഡേ. കുഞ്ഞുങ്ങളും പൂക്കളും മൃദുലവും നിർമ്മലവുമാണ്. അവയെ മൃദുവായി വേണം കൈകാര്യം ചെയ്യാൻ. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ അദ്ദേഹത്തിന് കുട്ടികളോടുള്ള സ്നേഹം പ്രകടമാക്കുന്നതാണ്. ചാച്ചാജിയുടെ ജന്മദിനമായ നവംബർ 14 വളരെ മനോഹരമായി ആഘോഷിച്ചു. ചാച്ചാജിയുടെ വേഷമണിഞ്ഞ കുട്ടികളുടെ നേതൃത്വത്തിൽ റാലി നടത്തുകയും കുട്ടികൾക്ക് മധുരപലഹാരങ്ങളും സമ്മാനമായി ബോൾ നൽകുകയും ചെയ്തു. ശിശുദിനത്തോടനുബന്ധിച്ച് സുപ്ര പസഫിക് ഫിനാൻസ് ലിമിറ്റഡ്, ഇൻഡസ്ലാൻഡ് ബാങ്ക് എന്നിവർ കുട്ടികൾക്കായി കളറിംഗ് കോമ്പറ്റീഷൻ നടത്തി സമ്മാനങ്ങൾ നൽകി. ദീപിക കളർ ഇന്ത്യ. ദീപിക കളർ ഇന്ത്യ കോമ്പറ്റീഷനിൽ LKG UKG ക്ലാസുകളിൽ നിന്നായി ധാരാളം കുട്ടികൾ പങ്കെടുത്തു. നിഹ ജോളി സ്കൂൾ വിന്നറായും അഭിരാമി ER, ഹിസ ഫാത്തിമ, ഹൃതിക A സിബിൻ എന്നിവർ A ഗ്രേഡിനും അർഹരായി. വിജയികളായ കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ. ക്രിസ്മസ് സെലിബ്രേഷൻ. ബെൽ 2K24. ബെൽ 2K24 ആഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ 1 ക്രിസ്മസ് സ്ക്രിപ്റ്റ് തയ്യാറാക്കുകയും നക്ഷത്രങ്ങൾ കൊണ്ട് സ്കൂൾ അലങ്കരിക്കുകയും ചെയ്തു. ഡിസംബർ 19 ബെൽ 2K24 വിവിധ കലാപരിപാടികളോടെ ആഘോഷിച്ചു. കുട്ടികളിൽ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ഓർമ്മകളാണ് ബെൽ 2K24 സമ്മാനിച്ചത്. സിസ്റ്റർ ഡിവോഷ്യ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്ത് കുട്ടികൾക്ക് ആശംസകൾ അറിയിച്ചു. കുട്ടികളും അധ്യാപകരും ക്രിസ്മസ് ഗിഫ്റ്റുകൾ കൈമാറി സന്തോഷം പങ്കുവച്ചു. കിഡ്സ് ഫെസ്റ്റ് 2024. 2024 നവംബർ 10, 11, 12, 13 തീയതികളിലായി കുട്ടികളുടെ കലാപരവും കായികപരവും ബുദ്ധിപരവുമായ കഴിവുകൾ കണ്ടെത്തുന്നതിനായി വിവിധ മത്സരങ്ങൾ നടത്തി. മത്സരങ്ങളിൽ ധാരാളം കുട്ടികൾ പങ്കെടുക്കുകയും മികവ് പ്രകടിപ്പിച്ചവർ സമ്മാനാർഹരാവുകയും ചെയ്തു. ഫാൻസി ഡ്രസ് സിംഗിൾ ഡാൻസ് മത്സരത്തിൽ മാതാപിതാക്കളുടെ സാന്നിധ്യവും സഹകരണവും ഉണ്ടായിരുന്നു. കുട്ടികളെ ഭംഗിയായി പഠിപ്പിക്കുകയും അണിയിച്ചൊരുക്കുകയും ചെയ്ത എല്ലാ മാതാപിതാക്കൾക്കും പ്രത്യേകം നന്ദി. പ്രൈസ് ഡേ സെലിബ്രേഷൻ. 2025 ജനുവരി 10 പ്രൈസ് ഡേ സെലിബ്രേഷൻ നടത്തി. ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ജസ്മി ജോസ് എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചു. വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷൻ പ്രൊവിൻഷ്യൽ കൗൺസിലർ റവറൻ ഫാദർ ജോസഫ് സാംബ്രിക്കൽ ഉദ്ഘാടനവും റവറൻ സിസ്റ്റർ ഡിവോഷ്യ അധ്യക്ഷതയും നിർവഹിച്ചു. മാതാപിതാക്കളുടെ പ്രതിനിധി ശ്രീമതി അമ്പിളി കലേഷ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സുപ്ര പസഫിക് ഫിനാൻസ് മാനേജർ മീറ്റിംഗിൽ സന്നിഹിതനായി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കിഡ്സ് ഫെസ്റ്റിൽ വിജയികളായ കുട്ടികൾക്കും കളറിംഗ് കോമ്പറ്റീഷനിൽ വിജയികളായവർക്കും റവറൻ ഫാദർ ജോസഫ് സാംബ്രിക്കൽ, സിസ്റ്റർ ഡിവോഷ്യ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. അധ്യാപക പ്രതിനിധി മിസ്സിസ് നിത്യ ഷാജി എല്ലാവർക്കും നന്ദി അർപ്പിച്ചു. ജോളി നഴ്സറി സ്കൂൾ ദൈവാനുഗ്രഹത്തോടെ ഇന്നും അങ്കമാലിയുടെ അഭിമാനമായി തിലകക്കുറിയായി നിലകൊള്ളുന്നു. ഈ വിദ്യാലയത്തിൻ്റെ വിജയത്തിന് സഹായിക്കുന്ന എല്ലാ നല്ല മനസ്സുകൾക്കും എല്ലാ അധികാരികൾക്കും ഉപകാരികൾക്കും വിദ്യാലയത്തിൻ്റെ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ജസ്മി ജോസിനും സഹ അധ്യാപകർക്കും എല്ലാ കുഞ്ഞുമക്കൾക്കും പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ വിദ്യാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലെന്ന പോലെ ഈ വാർഷിക വേളയിലും നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ സാന്നിധ്യവും സഹകരണവും ഈ വിജ്ഞാന സൗധത്തെ ഇനിയും നേട്ടങ്ങളുടെ ഉന്നത ശൃംഗത്തിലെത്തിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ജോളി നഴ്സറി സ്കൂളിൻ്റെ 2024-25 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങളേവരുടെയും അംഗീകാരത്തിനായി സവിനയം സമർപ്പിക്കുന്നു. ജോളി ഫെസ്റ്റ് 2025 ആഘോഷമാക്കാൻ, അനുഗ്രഹമാക്കാൻ, ആശംസകൾ നേരാൻ, ഇതിൽ സന്തോഷത്തോടെ പങ്കുചേരാൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, പ്രിയ മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ കുഞ്ഞുമക്കളെ, ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു, അങ്ങ് ഞങ്ങളുടെ കാര്യത്തിൽ എത്ര ശ്രദ്ധാലുവായിരുന്നു എന്ന തിരുവചനം അനുസ്മരിച്ച് നല്ല ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണവും ധാരാളമായി ലഭിച്ച ഈ 2024-25 അധ്യയന വർഷത്തെ ഓർത്ത് നന്ദി പറയുന്നു.
അങ്കമാലി ജോളി നഴ്സറി സ്കൂളിൻ്റെ 69ാമത് വാർഷികവും രക്ഷാകർതൃ സമ്മേളനവും ആണ് ഇന്നിവിടെ നടക്കുന്നത്. അതോടൊപ്പം ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായിരിക്കുന്ന മാസ്റ്റർ നകുൽ രാജിനെയും കുമാരി പവിത്ര പ്രവീണിനെയും നമ്മളിവിടെ ആദരിക്കുന്നുണ്ട്. കാരണം അവർ ഇവിടുന്ന് പഠിച്ചു പോയി സ്റ്റേറ്റ് ലെവലിൽ അവർ A ഗ്രേഡ് മേടിച്ച കുട്ടികളാണ്. അവരിവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ അതും കൂടെ നമ്മൾ ഈ വിദ്യാലയം സന്തോഷത്തോടെ നടത്തുന്നു. 1956 ഫെബ്രുവരി 2-ാം തീയതിയാണ് അങ്കമാലിയിൽ ഈ വിദ്യാലയത്തിന് തുടക്കം കുറിച്ചത്. ഒരു കൊച്ചു ക്ലാസ് മുറിയിൽ ആരംഭിച്ച ഈ വിദ്യാലയം ഇന്ന് അനേകം മക്കൾക്ക് അറിവിൻ്റെ അക്ഷരങ്ങൾ നൽകി അഭിമാനത്തോടെ ആയിരിക്കുന്നു. ഇതിൻ്റെ സ്ഥാപകയും പ്രഥമ പ്രധാനാധ്യാപികയുമായിരുന്ന ബഹുമാനപ്പെട്ട റേജി സമ്മയെ നന്ദിയോടെ ഇത്തരണത്തിൽ അനുസ്മരിക്കുന്നു. തുടർന്ന് 69 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇതിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട സിസ്റ്റർ മാൻസിയ, സിസ്റ്റർ സിലി ജോസ്, സിസ്റ്റർ റോസിറ്റ, സിസ്റ്റർ അനി കുര്യൻ, സിസ്റ്റർ ലൈസ് മേരി എന്നിവരെയും ഇവരുടെ നിസ്വാർത്ഥ സേവനങ്ങളെയും ഓർക്കുന്നു. അങ്കമാലി പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ജോളി നഴ്സറി 69 വർഷമായി അങ്കമാലിയിലെയും സമീപ പ്രദേശങ്ങളിലെയും കുഞ്ഞുങ്ങൾക്ക് അക്ഷരവും അറിവും വിളമ്പാൻ തുടങ്ങിയിട്ട്. പഴമയുടെ പാരമ്പര്യവും പുതുമയുടെ ക്രിയാത്മകതയും ഇവിടെ ഇന്നും നിലനിൽക്കുന്നു. അറിവിൻ്റെ വിശാല ലോകത്തിലേക്ക് പിച്ചവച്ച് നടക്കാൻ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ സന്തോഷ ദിനമാണിന്ന്. ഈ അക്ഷരമുറ്റത്തേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ജോളി ഫെസ്റ്റ് 2025 ഈ വേദിയിൽ അധ്യക്ഷത വഹിക്കുന്നത് FCC എറണാകുളം പ്രോവിൻസിൻ്റെ എഡ്യൂക്കേഷൻ കൗൺസിലർ സിസ്റ്റർ ഡേയ്സ് ജോൺ ആണ്. സിസ്റ്റർ അങ്കമാലിക്കാർക്ക് സുപരിചിതയാണ്. അങ്കമാലിയിൽ ജനിച്ച് വിദ്യാഭ്യാസവും തൻ്റെ പഠനവും എല്ലാം ഇവിടെ അങ്കമാലിയിൽ തന്നെ പൂർത്തിയാക്കി അങ്കമാലി ഹോളി ഫാമിലി ഹൈസ്കൂളിൽ പ്രധാന അധ്യാപികയായ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഇപ്പോൾ FCC എറണാകുളം പ്രോവിൻസിൻ്റെ എഡ്യൂക്കേഷൻ കൗൺസിലറായി തുടരുന്നു. ഞങ്ങളുടെ വിദ്യാലയത്തിന് സിസ്റ്റർ നൽകുന്ന പ്രോത്സാഹനങ്ങളെയും നിർദ്ദേശങ്ങളെയെല്ലാം നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈ ജോളി ഫെസ്റ്റ് 2025 അധ്യക്ഷത വഹിക്കുവാനായി എത്തിയിരിക്കുന്ന സിസ്റ്ററിനെ ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജോളി ഫെസ്റ്റ് 2025 അനുഗ്രഹദായകമാക്കാൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട അങ്കമാലി ബസിലിക്ക റെക്ടറും വികാരിയുമായ ലൂക്കോസ് കുന്നത്തൂർ അച്ഛനായിരുന്നു. എന്നാൽ അച്ഛന് പെട്ടെന്നുണ്ടായ കാരണങ്ങളാൽ ഇവിടെ വരാൻ അസൗകര്യമായതിനാൽ ബഹുമാനപ്പെട്ട ജെൻസ് അച്ഛൻ നമുക്ക് വേണ്ടി അവസരം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ സന്നിഹിതനായിരിക്കുകയാണ്. അച്ഛൻ കാണിച്ച സ്നേഹത്തിനും സന്മനസ്സിനും താല്പര്യത്തിനുമെല്ലാം ആദ്യമേ തന്നെ നന്ദി പറയുകയാണ്. ജെൻസ് അച്ഛൻ ഇവിടെ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ പല പ്രാവശ്യം ഇവിടെ ഓരോ പരിപാടികൾക്ക് വന്ന് സംബന്ധിക്കുകയുണ്ടായിട്ടുണ്ട്. അച്ഛൻ ക്രൈസ്റ്റ് സെലിബ്രേഷൻ, പ്രവേശനോത്സവം, വെഞ്ചരിപ്പ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഇവിടെ വന്ന് ഞങ്ങളെ സഹായിക്കുകയും സന്തോഷിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ജോളി ഫെസ്റ്റ് 2025 ഉദ്ഘാടനം ചെയ്യുക ജെൻസ് അച്ഛനായിരിക്കുക എന്നത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. ഈ അവസരത്തിൽ ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സ്നേഹമുള്ള ജെൻസ് അച്ഛന്, അങ്കമാലി പള്ളിയുടെ അസിസ്റ്റന്റ് വികാരിയാണ് ജെൻസ് അച്ഛൻ, അച്ഛനെ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജോളി നഴ്സറിയുടെ മുൻകാല അധ്യാപകരുടെ സേവനങ്ങൾ ഇതിൻ്റെ വളർച്ചയിൽ ഇന്നും അഭിമാനിക്കാവുന്ന ഒന്നാണ്. ജോളി ഫെസ്റ്റ് 2025 ആശംസകൾ നേർന്ന് സംസാരിക്കുവാനും പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേരുവാനും അവരെ ആദരിക്കുന്നതിനുമൊക്കെയായി ഇവിടെ എത്തിയിരിക്കുന്ന 6 വർഷക്കാലം ഈ വിദ്യാലയത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച, ഈ വിദ്യാലയത്തെ സ്വന്തമായി സ്നേഹിച്ച അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഏറെ പ്രിയങ്കരിയായിരുന്ന മുൻ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ലൈസ് മേരിയാണ് ഞങ്ങളുടെ ക്ഷണം സ്നേഹപൂർവ്വം സ്വീകരിച്ച് തൻ്റെ സാന്നിധ്യം കൊണ്ട് ഇവിടെ അനുഗ്രഹമാക്കുവാൻ എത്തിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സിസ്റ്റർ ലൈസ് മേരിയെ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. അങ്കമാലി നിർമ്മല ഭവൻ സുപ്പീരിയറും ജോളി നഴ്സറി സ്കൂളിൻ്റെ ലോക്കൽ മാനേജറുമായ സിസ്റ്റർ അമൽ ജോസ്, അങ്കമാലി നിർമ്മല ഭവനത്തിൽ നിന്നും
ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് ധാരാളം പ്രോത്സാഹനങ്ങളും നിർദ്ദേശങ്ങളും സഹായങ്ങളും ഒക്കെ ലഭിക്കുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും പ്രായമായ അമ്മമാരുമൊക്കെ എപ്പോഴും വിദ്യാലയത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് അന്വേഷിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട മദറാണെങ്കിലും തൻ്റെ നല്ല വാക്കുകൾ കൊണ്ടും തൻ്റെ സാന്നിധ്യം കൊണ്ടും ഇവിടെ എപ്പോഴും അനുഗ്രഹമാക്കാൻ പരിശ്രമിക്കുന്നു. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട മദർ ഇന്നത്തെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട സിസ്റ്റർ അമൽ ജോസാണ്. സിസ്റ്ററിനെ ഏറെ സ്നേഹത്തോടുകൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അങ്കമാലി മുനിസിപ്പാലിറ്റി 24-ാം വാർഡിലെ താരമാണ് ശ്രീമതി ലെക്സി ജോയ്. 24-ാം വാർഡ് കൗൺസിലറും PWD സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ശ്രീമതി ലെക്സി വിദ്യാലയത്തിലെ ആനുവൽ ഡേ ആഘോഷങ്ങളും മറ്റ് ആഘോഷ പരിപാടികളും അറിയിക്കുമ്പോൾ തന്നെ ഈ വിദ്യാലയത്തിൻ്റെ മുൻവശമുള്ള ജോളി നഴ്സറി സ്കൂൾ റോഡ് എത്രയും ഭംഗിയാക്കി വൃത്തിയാക്കിയിടുവാനായിട്ട് ഏറെ താല്പര്യം കാണിക്കാറുണ്ട്. അതോടൊപ്പം ഈ സ്കൂളിൻ്റെയും ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെയും എല്ലാ ആവശ്യങ്ങളിലും എപ്പോഴും സഹായഹസ്തവുമായി ഞങ്ങൾക്ക് മുൻപിലെത്താറുണ്ട്. പ്രിയപ്പെട്ട ലെക്സി ജോയിയെയും ജോളി ഫെസ്റ്റ് 2025 ആശംസ അർപ്പിക്കുവാനായി ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജോളി നഴ്സറി സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മാതാപിതാക്കളാണ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഇവരുടെ പ്രതിനിധിയായി ആശംസ അർപ്പിക്കാൻ വേദിയിലായിരിക്കുന്ന ശ്രീമതി മെഹബൂബ പി ഷെരീഫിനെയും ഏറെ ഹൃദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട നകുലും പവിത്രയും ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അവരെയും സ്വാഗതം ആശംസിക്കേണ്ടത് ആവശ്യമാണ്. അവരിവിടെ ഉടനെ തന്നെ എത്തിച്ചേരും. തങ്ങൾ പിച്ചവെച്ച് നടന്ന് ആദ്യ പാഠങ്ങൾ പഠിച്ച് കലയുടെ രംഗത്തേക്ക് കൈപിടിച്ചുയർത്തിയ വിദ്യാലയത്തിൽ നകുലും പാർവതിയും എത്തുമ്പോൾ ഈ വിദ്യാലയം വളരെ സന്തോഷിക്കുന്നു, അവരെക്കുറിച്ച് അഭിമാനിക്കുന്നു. പ്രിയപ്പെട്ട നകുലിനും പവിത്രയ്ക്കും ഏറെ സ്നേഹപൂർവ്വം ഞാൻ അഡ്വാൻസായി സ്വാഗതം ആശംസിക്കുന്നു. കുഞ്ഞുങ്ങളുടെ സാന്നിധ്യവും ഏവരെ സന്തോഷിപ്പിക്കുന്നതാണ്. ജോളി നഴ്സറി സ്കൂളിൽ ഈ വർഷം 215ഓളം കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. ഇവരുടെ പ്രതിനിധിയായി വേദിയിൽ സന്നിഹിതരായിരിക്കുന്നത് നാസിഫ് KP, നിയാസിയെ എന്നീ കുഞ്ഞുമക്കളാണ്. തങ്ങളുടെ കൊച്ചുവാക്കുകളിലൂടെ ജോളി ഫെസ്റ്റിന് ആശംസകൾ നേരാൻ എത്തിയിരിക്കുന്ന നാസിഫ് KPക്കും നിയാസിയേക്കും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ആഘോഷ പരിപാടികളിലൂടെ എത്തിച്ചേർന്നിരിക്കുന്ന വലിയ മഠം, ജ്യോതി ഭവാൻ നിർമ്മല മഠം, മറ്റു മഠങ്ങളിൽ നിന്നുമൊക്കെയായി എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ ഏറെ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഈ ആഘോഷ പരിപാടികൾ ഇവിടെ നടത്തപ്പെടുവാൻ നാളുകളായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ പ്രിയപ്പെട്ട അധ്യാപകരും ഡാൻസ് ടീച്ചറും മ്യൂസിക് ടീച്ചറും ഒക്കെയാണ്. ഏറെ സ്നേഹത്തോടെ അവരുടെ എല്ലാ പ്രയത്നങ്ങളെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് അവരെയും ഈ ആഘോഷവേളയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇതിൻ്റെ ആഘോഷ പരിപാടികൾ ഭംഗിയാക്കുവാൻ പല വിധത്തിൽ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവരെയും എല്ലാ ഉപകാരികളെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജോളി ഫെസ്റ്റ് 2025 ഏവർക്കും സന്തോഷകരമായ അനുഭവം തരട്ടെ എന്ന് ആശംസിക്കുന്നു. തങ്ങളുടെ കലാവിരുതുകൾ കണ്ട് നമുക്ക് സന്തോഷിക്കാം, പ്രോത്സാഹിപ്പിക്കാം. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അങ്കമാലി സെന്റ് ജോർജ് ബസിലിക്ക അസിസ്റ്റന്റ് വികാരി ഫാദർ ജെൻസ് പാലച്ചുവട്ടിലിനെ ഈ ധന്യമുഹൂർത്തം ദൈവം തെളിയിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷയും HSL/SH പ്രൊവിൻസ് എഡ്യൂക്കേഷൻ കൗൺസിലറുമായ ബഹുമാനപ്പെട്ട സിസ്റ്റർ ഡയസ് ജോൺ, ഈ നഴ്സറി സ്കൂളിൻ്റെ ഹെഡ്മിസ്റ്റേഴ്സ് സിസ്റ്റർ ജെസ്മി ജോസ്, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടികളെ, സ്വാഗത പ്രസംഗത്തിൽ ജസ്മി സിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ
ഇതൊരു ദൈവീക നിയോഗമായി ഞാൻ കണക്കാക്കുകയാണ്. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ വന്ന് ഉദ്ഘാടന പ്രസംഗം നടത്തി ഉദ്ഘാടനം നടത്തേണ്ട ഈ ആനിവേഴ്സറിയെ വളരെ യാദൃശികമായിട്ടാണ് ഞാൻ എത്തിച്ചേരുക. പെട്ടെന്നൊരു മരണാവശ്യം വന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട വികാരിയച്ഛന് അങ്ങോട്ട് പോകേണ്ടതുള്ളത് കൊണ്ടാണ് ഇന്നേ ദിവസം ഇവിടെ ഞാൻ ഈ ഉദ്ഘാടന കർമ്മം നടത്താനായിട്ട് എത്തിച്ചേരുക. ഇത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയായിരിക്കാം. പലയാവർത്തി ഈ നഴ്സറി സ്കൂളിൽ വരുവാനും ഇവിടെ വെഞ്ചരിക്കുവാനും കുട്ടികളുടെ കലാവാസന തുളുമ്പുന്ന പരിപാടികളിൽ പങ്കെടുക്കുവാനും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അങ്കമാലി ബസിലിക്കയിലെ ശുശ്രൂഷയുടെ അവസാന കാലഘട്ടത്തിൽ ഈ നഴ്സറി സ്കൂളിൽ വന്ന് വീണ്ടും ഒരു വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയായി ഞാൻ കാണുന്നു. ദൈവത്തിന് ആദ്യമേ നന്ദി പറയുന്നു. ഒരു വിദ്യാലയത്തിൻ്റെ പ്രഥമമായ ലക്ഷ്യം കുട്ടികൾക്ക് അറിവ് കൊടുക്കുക, അവരെ നിറവുള്ളവരാക്കി മാറ്റുക, സമൂഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തിത്വത്തിന് ഉടമകളാക്കി അവരെ മാറ്റുക എന്നതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അവരെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നതും അവരെ നല്ലൊരു വിദ്യാർത്ഥിയും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാക്കി തീർക്കുന്നതിലും മുഖ്യ പങ്ക് വഹിക്കുന്നവർ ആദ്യം അവരെ പഠിപ്പിച്ച അധ്യാപകരാണ്. ആദ്യം അവർ വിദ്യാഭ്യാസം നടത്തുന്ന ഇടങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം 215ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ നഴ്സറി സ്കൂൾ ഈ അങ്കമാലിയിലെയും ചുറ്റുവട്ടത്തുള്ള ഈ പരിസര പ്രദേശങ്ങളെയും ഏറ്റവും നല്ല വ്യക്തിത്വങ്ങൾ വസിക്കുന്ന ഇടമാക്കി മാറ്റുവാൻ ഈ നഴ്സറി സ്കൂൾ വഹിക്കുന്ന പങ്ക് അവർണ്ണനീയമാണ്. അതുകൊണ്ട് തന്നെ ഈ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുവാനും ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നടത്തുവാനും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ വേദിയിലിരുന്ന് മുൻപിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയ LED വോളിൽ മനോഹരമായ ഒരു ദൈവവചനം ഇങ്ങനെ പോകുന്നുണ്ട്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന വചനം. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നും ദൈവം മനുഷ്യരുടെ കരങ്ങളിലൂടെയാണ് പല കാര്യങ്ങളെയും സാധ്യമാക്കുന്നതെന്നും ഈ ജോളി നഴ്സറി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് നല്ല കുട്ടികളെ വാർത്തെടുക്കുവാൻ ഈ ജോളി നഴ്സറി 69 വർഷമായി അങ്കമാലിയിൽ ഉണ്ട് എന്നത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. 69 വർഷക്കാലത്തെ ഈ ജൈത്രയാത്ര ഇനി 100ഉം 200ഉം 500ഉം 1000 വർഷത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ നഴ്സറിക്കും ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ 2 പദങ്ങളുടെ അർത്ഥങ്ങൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത് ലേണിംഗ്, രണ്ടാമത്തേത് സ്റ്റഡി. നമ്മൾ ലേണിംഗ് എന്ന പദം ഒന്ന് ആത്മപരിശോധനയ്ക്കും ഇടവരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ലേണിംഗ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണമായ കുറച്ച് അറിവ് നേടിയെടുക്കുന്നതല്ല, എന്തെങ്കിലും പരിശീലിച്ച് നേടിയെടുക്കുന്നതല്ല, മറിച്ച് വളരെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ കാട്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ, ഒരു ആദിവാസി വ്യക്തിയെ നാട്ടിൽ കൊണ്ടുവന്ന് നാട്ടിലെ വ്യക്തിത്വത്തിന് അനുയോജ്യമായ രീതിയിൽ അവനെ രൂപപ്പെടുത്തി അല്ലെ അവളെ രൂപപ്പെടുത്തിയെടുക്കുന്ന പ്രക്രിയയാണ് ലേണിംഗ്. ഒരു വിദ്യാർത്ഥിയെ സമൂഹത്തിനും കുടുംബത്തിനും രാജ്യത്തിനും ഏറ്റവും അനുയോജ്യമായ ഒരു വ്യക്തിയാക്കി മാറ്റുന്നതിൽ ലേണിംഗ്, അവരെ പഠിപ്പിച്ച് അവരെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ എല്ലാ സ്കൂളുകൾക്കും, പ്രത്യേകിച്ച് ഈ നഴ്സറി സ്കൂൾ പോലുള്ള സ്കൂളുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്, പ്രസക്തിയുണ്ട്. ഒരു കുട്ടിക്ക് ആവശ്യമായതെല്ലാം അവന് ഭൗതികമായ അറിവ് മാത്രമല്ല, ജീവിതത്തിൽ അവൻ ആവശ്യമായതെല്ലാം പങ്കുവെച്ചു കൊടുക്കുക എന്നുള്ള വലിയ ഒരു ഉത്തരവാദിത്വം ഈ സ്കൂള് നിർവഹിക്കുന്നുണ്ട്. രണ്ടാമത്തേതാണ് സ്റ്റഡി. അത് ഭൗതികമായ അറിവ് നേടിയെടുക്കുക എന്നതാണ്. പാഠപുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അറിവുകൾ, പാഠപുസ്തകങ്ങളിൽ നിന്ന്
അക്ഷരങ്ങളായി, അനുഭവങ്ങളായി, കഥകളായി, കവിതകളായി നമ്മുടെ കുട്ടികൾക്ക് അറിവുകൾ ലഭിക്കുന്നുണ്ട്. അത് ജീവിതത്തിൽ വളരെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കുട്ടികൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ എല്ലാ അധ്യാപകരെയും, പ്രത്യേകിച്ച് ജസ്മി സിസ്റ്ററിന്റെ നേതൃത്വത്തിലുള്ള ടീം അംഗങ്ങളെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. ഏതൊക്കെ സാഹചര്യത്തിൽ പല ആവർത്തി ഈ നഴ്സറി സ്കൂളിൽ വന്നപ്പോഴൊക്കെ നിറഞ്ഞ സന്തോഷത്തോടും ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് ഓരോ പരിപാടിയിലും പങ്കെടുത്ത് പോകുക. കാരണം ഇവിടെ കുട്ടികളെ അതുപോലെ സ്നേഹിക്കുന്ന, കരുതുന്ന, അവരെ വളർത്തി വലുതാക്കുന്ന ഒരുപറ്റം അധ്യാപകരുണ്ട്. അത് ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ ഒരു അഭിമാനമായി, ഒരു വലിയ ഉത്തരവാദിത്വ ബോധത്തോടെയുള്ള പ്രവർത്തനമായി എടുത്തു കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വാർഷികാഘോഷവേളയിൽ നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് നമ്മുടെ അധ്യാപകർക്ക് നമ്മുടെ അഭിനന്ദനങ്ങൾ അറിയിക്കാം. എല്ലാവരും നന്നായിട്ടൊന്ന് കൈയടിക്കും. ഇനി ഇവിടെ പഠിക്കുന്ന കുട്ടികളെ പറ്റിയാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ തങ്ങളുടെ കഴിവുകളെ അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാൻ വേണ്ടി ഇവിടുത്തെ ഓരോ കുട്ടികളും നന്നായി പരിശ്രമിക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കുന്ന ഓരോ ഉത്തരവാദിത്വം, അത് ചെറിയ ഒരു ഡാൻസ് കളിക്കാനാണേലും, പാട്ട് പാടാനാണേലും, പടം വരയ്ക്കാനാണെങ്കിലും അതൊക്കെ വളരെ കൃത്യതയോടെ, വ്യക്തതയോടെ തങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരത്തെ നഷ്ടമാക്കി കളയരുതെന്ന ബോധ്യത്തോടുകൂടി ചെയ്യുന്ന കുട്ടികളെ ഈ നഴ്സറി സ്കൂളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവരെ അതുപോലെ പരിശീലിപ്പിച്ച ഈ അധ്യാപകരെയും മാതാപിതാക്കളെയും അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ കുട്ടികൾക്ക് ഒത്തിരി സ്നേഹത്തോടുകൂടി ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. അവസാനമായി എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ മാതാപിതാക്കളോടാണ്. ഈ വളരെ പ്രസക്തമായ, പ്രശസ്തമായ, നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന ഈ സ്കൂളിൽ കുട്ടികളെ ചേർത്ത് പഠിപ്പിക്കുവാനും ഇന്ന് തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഈ വൈകുന്നേര സമയം കുട്ടികളുടെ ഈ സ്കൂളിൻ്റെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുവാനും നിങ്ങൾ സമയം കണ്ടെത്തി എന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോടുള്ള സ്നേഹത്തിൻ്റെ, ഈ സ്കൂളിനോടുള്ള താല്പര്യത്തിൻ്റെ ഒരു ഘടകമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇനി എന്നും അത് നിലനിർത്തിക്കൊണ്ട് പോകുക. നല്ല രീതിയിൽ ഈ മക്കളെ വാർത്തെടുക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സ്കൂളിൻ്റെ പേര് ജോളി എന്നാണ്. ആനന്ദകരമായ, ആഹ്ലാദകരമായ എന്നാണ് മലയാളത്തിൽ ഇതിൻ്റെ അർത്ഥം. ഈ സ്കൂളിൽ വന്ന് തിരികെ പോകുമ്പോൾ നമ്മുടെ മനസ്സും ഹൃദയവും നിറയും സന്തോഷം കൊണ്ട്, ആഹ്ലാദം കൊണ്ട്. എന്നും അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സമകാലിക ലോകത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഒട്ടും ആശാവഹമായ വാർത്തകളല്ല നമ്മൾ കേൾക്കുക. ധാർമ്മിക ചുതി നേരിടുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വരുന്നുണ്ട് എന്നത്, വിദ്യാഭ്യാസമുണ്ടെങ്കിലും യഥാർത്ഥമായ ധാർമ്മിക ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്ന കുട്ടികൾ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ, തിന്മയുടെ ആവാസം നിറഞ്ഞ സാഹചര്യത്തിൽ അതിനെയൊക്കെ അതിജീവിച്ച് സന്തോഷകരമായ, ആനന്ദകരമായ ദൈവാശ്രയ ബോധത്തിലും രാജ്യത്തോടുള്ള സ്നേഹത്തിലും നാടിനോടുള്ള അഭേദ്യമായ സ്നേഹബന്ധത്തിലും നല്ല ധാർമ്മിക ജീവിതം നയിക്കുന്ന ഒരു പുതുതലമുറയെ വാർത്തെടുക്കുവാൻ ഈ ജോളി നഴ്സറിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് 69 വർഷത്തെ ഈ ജൈത്രയാത്ര ഇനിയും തുടർന്നു കൊണ്ടുപോകുവാൻ സാധിക്കട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.
അങ്കമാലി മുനിസിപ്പാലിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ലെക്സി ജോയ്, ബഹുമാനപ്പെട്ട മദർ സിസ്റ്റർ അമൽ ജോസ്, മുൻ ഹെഡ് മിസ്റ്റേഴ്സ് റവറൻഡ് സിസ്റ്റർ എലൈസ് മേരി, PTA പ്രതിനിധിയായി വേദി അലങ്കരിക്കുന്ന മിസ്സിസ് മെഹാബ പി ഷെറീഫ്, ഈ വേദിയുടെ മുഴുവൻ കരുത്തായി നമ്മുടെ വേദി അലങ്കരിക്കുന്ന മാസ്റ്റർ നൈഷ കുമാരി നിയ, ജോളി നഴ്സറി പ്രഥമ അധ്യാപിക റവറൻഡ് സിസ്റ്റർ ജസ്മി, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അധ്യാപകരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എല്ലാമായ ജോളി നഴ്സറിയുടെ എല്ലാമായ ഇന്നത്തെ ആഘോഷത്തിൻ്റെ മുഴുവൻ കരുത്തായ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മറ്റു വിശിഷ്ട വ്യക്തികളെ, നല്ലവരായ നാട്ടുകാരെ, ഇന്നലെ ചരിത്രമായി, നാളെ നിഗൂഢമാണ്. ഈ ഒരു ദിവസം അതൊരു സമ്മാനമാണ്. ടുഡേ ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ജെൻസച്ചൻ വളരെ മനോഹരമായി മാതാപിതാക്കൾ, അധ്യാപകരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്നത്തെ ആഘോഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ജോളി ഫെസ്റ്റ 2K25 എല്ലാ നന്മയും വിശുദ്ധിയും മംഗളങ്ങളും ആശംസിക്കുന്നതോടൊപ്പം തന്നെ നമ്മളിവിടെ റിപ്പോർട്ടിൽ ധാരാളം കാര്യങ്ങൾ കണ്ടു. ഈ വിദ്യാലയത്തിൻ്റെ മുഴുവൻ കരുത്തും അതിൻ്റെ ശക്തിയും ഊർജവും എല്ലാം കുട്ടികളുടെ വിവിധങ്ങളായ പ്രകടനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഞാനും ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ സിസ്റ്റർ അപ്ലോഡ് ചെയ്യുന്നത് കാണാറുണ്ട്. കുട്ടികളെ കൊണ്ട് ഇവയെല്ലാം ചെയ്യിക്കുന്നു എന്നതിന് പുറമെ അത് തത്സമയം പാരൻസിൻ്റെ കൈകളിൽ എത്തുന്നു എന്നുള്ളതും വലിയൊരു മികവായിട്ട് കാണാറുണ്ട്. കുട്ടികളെ സ്കോളർഷിപ്പുകൾ എഴുതിക്കുന്നു, ദിനാചരണങ്ങൾ നടത്തുന്നു, അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും ഈ വിദ്യാലയത്തിൽ ലഭ്യമാക്കുന്നു. എല്ലാ സമഗ്ര വളർച്ചയും ഇവിടെ സാധ്യമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ആ ഏതാനും മിനിറ്റുകൾ മാത്രമുള്ള റിപ്പോർട്ട് മാത്രം മതിയായിരുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രഥമ അധ്യാപിക സിസ്റ്റർ ജസ്മിയെയും മറ്റെല്ലാ അധ്യാപകരെയും PTA വളരെ ശക്തമാണെന്ന് മനസ്സിലായി. ഇവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളും കണ്ടപ്പോൾ PTA കമ്മിറ്റി അംഗങ്ങളെയും മറ്റെല്ലാവരെയും, പ്രത്യേകിച്ച് നമ്മുടെ മഠം ഈ വിദ്യാലയത്തോടൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട സിസ്റ്റർ അമൽ ഇവിടെയുണ്ട്, അവിടെയുള്ള എല്ലാ സിസ്റ്റേഴ്സും ഇവിടെ സന്നിഹിതരാണ്. മഠത്തിൽ നിന്നും വലിയ പ്രോത്സാഹനം നൽകുന്നു. അതുപോലെ തന്നെ ഒരു പ്രയർഫുള്ളായിട്ടുള്ള അന്തരീക്ഷം വിദ്യാലയത്തിന് ചുറ്റുമുണ്ട്. എല്ലാവരെയും, ബഹുമാനപ്പെട്ട സിസ്റ്റർ ജസ്മിയെയും എല്ലാവരെയും, അധ്യാപകരെയും, അതുപോലെ തന്നെ ഇതിന് സപ്പോർട്ടായി നിൽക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ അമലിനെയും ഈ മഠത്തിലെ എല്ലാ അംഗങ്ങളെയും, PTA കമ്മിറ്റി അംഗങ്ങളെയും, അധ്യാപകരെയും, കുഞ്ഞുങ്ങളെയും, ഉത്സാഹശീലരായ കുഞ്ഞുമക്കളെയും എല്ലാം അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. എനിക്കറിയാം നിങ്ങളെല്ലാവരും കുഞ്ഞുങ്ങളുടെ കലാപരിപാടികൾ കാണാനായിട്ടാണ് ആകാംക്ഷയോടെ ഇവിടെ സന്നിഹിതരായിരിക്കുക. എങ്കിലും ചുരുക്കം ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടത് ഇപ്പോഴാണല്ലോ നിങ്ങളെ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ അവസരം അല്പസമയം ഞാൻ അതിന് വിനിയോഗിക്കുകയാണ്. നമ്മുടെ മുൻ പ്രസിഡന്റായിരുന്ന APJ അബ്ദുൽ കലാം ആഫ്രിക്കയിലെ മുൻ പ്രസിഡന്റായിരുന്ന നെൽസൺ മണ്ടേലയെ ഒരിക്കൽ സന്ദർശിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ APJ അബ്ദുൽ കലാം നെൽസൺ മണ്ടേലയോട് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലേക്ക്, അതായത് ആഫ്രിക്കയിലേക്ക് ഞങ്ങളൊരു മഹാത്മാവിനെ അയച്ചിരുന്നു. 23 വർഷം അദ്ദേഹം അവിടെ സേവനം ചെയ്തു. ഇത് കേട്ട നെൽസൺ മണ്ടേലെ അല്പം ആലോചിച്ചതിന് ശേഷം ശാന്തമായി APJ അബ്ദുൽ കലാമിനോട് ഇപ്രകാരം മറുപടി പറഞ്ഞു, നിങ്ങൾ അയച്ചത് ഒരു ബാരിസ്റ്ററിനെയാണ്. യു സെൻഡ് എ ബാരിസ്റ്റർ, വി റിട്ടേൺ ടു എ മഹാത്മാ. നിങ്ങളൊരു വക്കീലിനെ അയച്ചു, ഞങ്ങൾ നിങ്ങൾക്ക് 23 വർഷത്തിന് ശേഷം ഒരു മഹാത്മാവിനെ തിരിച്ചു തന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടികളെ മഹാത്മാക്കളാക്കി രൂപപ്പെടുത്തി കുടുംബത്തിനും രാഷ്ട്രത്തിനും തിരിച്ചു നൽകുക എന്നുള്ള
പരിപാവനമായ ശുശ്രൂഷയാണ്, കർമ്മമാണ് വിദ്യാലയത്തിൽ നടക്കുക. അതാണ് വിദ്യാഭ്യാസം. ഇതിൽ അധ്യാപകർക്കും മാതാപിതാക്കൾക്കുമുള്ള പങ്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. മാതാപിതാക്കളുടെ അധ്വാനവും അധ്യാപകരുടെ കഠിനാധ്വാനവും എന്ന് വിശേഷിപ്പിക്കാനാണ് ഈ ശുശ്രൂഷയെ എനിക്ക് തോന്നുക. അധ്യാപകർക്കൊപ്പം ചുവടുവെച്ചാലേ, മാതാപിതാക്കൾ ചുവടുവെച്ചാലേ ഈ ശുശ്രൂഷ, ഈ മഹാത്മാവായി കുടുംബത്തിനും രാഷ്ട്രത്തിനും മക്കളെ തിരിച്ചു നൽകുക എന്നുള്ള ആ കർമ്മം പൂർത്തിയാകും. നമുക്കറിയാം, നമ്മുടെ മക്കൾ നല്ലവരാണ്, നന്മ നിറഞ്ഞവരാണ്, രാഷ്ട്രത്തിന്റെ സ്വത്താണ്, കുടുംബത്തിന്റെ സമ്പത്താണ്. എന്നാൽ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ആശയവിനിമയ സംവിധാനങ്ങളും പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ പരിതസ്ഥിതിയും നമ്മുടെ മക്കളുടെ സ്വഭാവ രൂപവൽക്കരണത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. നമ്മുടെ മക്കൾ നല്ലവരാണ്, നന്മ നിറഞ്ഞവരാണ്, നമുക്കതറിയാം. എന്നാൽ കാലങ്ങൾ പിന്നിടുമ്പോൾ നമ്മുടെ മക്കളുടെ സ്വഭാവത്തിൽ, അവരുടെ വിജ്ഞാന സമ്പാദനത്തിൽ മാറ്റങ്ങൾ വരുന്നു. നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണിത്. ഇതൊക്കെ അനുദിനം പത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. വീട് എന്ന് പറഞ്ഞാൽ അധ്യാപകർക്കുള്ള പങ്കാളിത്തം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മാതാപിതാക്കൾക്കുള്ള പങ്കാളിത്തവും. വീടിന് അമ്മ മനസ്സാണെന്നാണ് പറയുക. തിരക്കുകളിലും പരിക്കുകളിലും ഒക്കെ നമ്മുടെ മക്കൾ എത്തിച്ചേരേണ്ട ഇടമാണ് വീട്. ആരും പറയാതെ നമ്മളെ ഉള്ളിലേക്ക് ക്ഷണിക്കുന്ന ഒന്നാകണം വീട് എന്നാണ് റോബർട്ട് ഫ്രോസ്റ്റർ എന്ന കവി വിശേഷിപ്പിക്കുക. നമ്മുടെ മക്കളുടെ നന്മ നിറഞ്ഞ ബാല്യം, അതാണല്ലോ ഇവിടെ മുതൽ ആരംഭിക്കുന്നത്. നന്മ നിറഞ്ഞ ബാല്യവും കൗമാരവും പങ്കിടുന്ന വിശുദ്ധമായ ഇടമായ കുടുംബം, അതിലെ ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അച്ഛൻ്റെ പരുക്കൻ കൈയുടെ തലോടലും അമ്മയുടെ മടിത്തട്ടിന്റെ സുഖവും അനുഭവിച്ചു വേണം നമ്മുടെ മക്കൾ വളരാൻ. തിരക്കുകളുടെ ഒരു കാലമാണ്, നമുക്ക് ആർക്കും ഒന്നിനും സമയമില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ മുന്നേറുമ്പോഴും ബാല്യകൗമാരങ്ങൾ പിന്നിടുമ്പോൾ നമ്മുടെ മക്കൾ നമ്മോടൊപ്പം ഉണ്ടാകണമെങ്കിൽ ഇവരുടെ നന്മ നിറഞ്ഞ ബാല്യം അത് വിശുദ്ധമായിരിക്കണം. അതിനോടൊപ്പം നിൽക്കാനായി അച്ഛനും അമ്മയും സമയം കണ്ടെത്തണം. ഞാൻ ഓർക്കുന്നു, ഞാൻ ഹൈസ്കൂളിൽ പഠിപ്പിച്ചിരുന്ന കാലത്ത് എനിക്കറിയാം, ആ കുട്ടിയുടെ ഫാദർ എഞ്ചിനീയറാണ് ഇവിടെ ടെൽക്കിൽ. ഞാൻ പഠിപ്പിച്ച കുട്ടികളുടെ പാരൻസ് ഒക്കെ വളരെ ചിലരൊക്കെ ഇരിക്കുന്നുണ്ട്. അവരുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ചിലരൊക്കെ വന്നപ്പോൾ എന്നെ നോക്കി ചിരിച്ചു. ഞാൻ നിങ്ങളെയൊക്കെ കാണുന്നുണ്ട്. ഞാൻ ഇത് ഒരു കുട്ടിയുടെ ഇവിടെ ആരും സന്നിഹിതരല്ല അവര്. ഇന്ന് അവളൊരു പ്രശസ്തയായ ഡോക്ടറാണ്, എനിക്കറിയാം. അപ്പൊ ഈ അച്ഛൻ ഏക മകളാണ് കുട്ടി. അമ്മ ഒരു ഹൈസ്കൂൾ അധ്യാപികയാണ്. ഒരു ദിവസം ഇവൾ എന്നോട് പറഞ്ഞ കാര്യമാണ്. ഞാൻ അവരെ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന സമയത്ത് മോറൽ സയൻസ് വേറൊരു ടീച്ചറാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ടീച്ചറിന്റെ അസാന്നിധ്യത്തിൽ ഒരു ദിവസം ഞാൻ അവരുടെ ക്ലാസ്സിലേക്ക് ചെന്നു. അന്ന് മാതാപിതാക്കൾ ഈശ്വര തുല്യരാണ് എന്നുള്ള ഒരു ഭാഗമായിരുന്നു പഠിപ്പിക്കേണ്ടിയിരുന്നത്. ഇത് കഴിഞ്ഞ് കുറച്ച് ക്ലാസ്സെല്ലാം കഴിഞ്ഞു. ഞാൻ എൻ്റെ സ്കൂളിൽ ക്ലാസ്സെല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു ദിവസം അവൾ സ്റ്റാഫ് റൂമിൽ വന്നു. എനിക്ക് നല്ലൊരു കുട്ടിയാണ്, അവളുടെ കുടുംബം എനിക്കറിയാം, പാരൻസിനെ അറിയാം, വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു കുടുംബം. അവൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇങ്ങനെയുള്ളവരൊക്കെ എങ്ങനെയാ സിസ്റ്ററെ ഈശ്വരന്റെ പ്രതിരൂപമായി ഞാൻ കാണുക? എടുത്ത് അവൾ എന്നോട് പറഞ്ഞു അച്ഛൻ്റെ പേര്. ഞാൻ പറഞ്ഞു, നിന്റെ അച്ഛൻ ഇത് കേട്ടാൽ, നിനക്ക് വേണ്ടി ഏക മകളാണ്, നിനക്ക് വേണ്ടിയാണ് അച്ഛൻ ജീവിക്കുന്നത്. അമ്മയും അധ്യാപികയാണ്, വളരെ നല്ല ഒരു കുടുംബം. അവൾ പറഞ്ഞതാണ്, രാവിലെ മുതൽ അച്ഛൻ ജോലിക്ക് പോകുന്നു, വരുന്നു, അമ്മ ജോലിക്ക് പോകുന്നു, ഇവരൊക്കെ കഷ്ടപ്പെടുന്നത് നിനക്ക് വേണ്ടിയല്ലേ? ഞാൻ ചോദിച്ചു. അവൾ പറഞ്ഞു, അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്ന ഈ പൈസ, ഈ പണം ആർക്ക് വേണം? അച്ഛൻ്റെ അമ്മയുടെയും സാന്നിധ്യമാണ് കുട്ടി ആഗ്രഹിക്കുക. മക്കളോടൊപ്പം ചെലവിടാനായിട്ട്, പ്രത്യേകിച്ച് ഈ നഴ്സറി ക്ലാസ്സിലെ കുഞ്ഞുങ്ങള്, ഇവരോടൊപ്പം ചെലവിടാൻ സമയം കണ്ടെത്താൻ ചില ICSE സ്കൂളിലെ ഒരു കൗൺസിലർ വിളിച്ച് ടീച്ചറിനോട് പറഞ്ഞു, കുട്ടിയുടെ പാരന്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ മകൻ നല്ല മാർക്ക് 10ാം ക്ലാസ്സിൽ വാങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു സാറ്റർഡേ ലീവ് എടുത്ത് മകനോട് കൂടി ആയിരിക്കുക. അപ്പൊ നമ്മുടെ മക്കളോട് കൂടി ആയിരിക്കാൻ, അവരുടെ സൗഹൃദ വലയങ്ങൾ നിരീക്ഷിക്കാൻ. LP കഴിഞ്ഞു, നഴ്സറി ക്ലാസ് കഴിഞ്ഞു, മക്കളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ഇപ്പോഴേ തുടങ്ങിയാലേ എല്ലാം
ചോദിച്ചറിയുന്ന പങ്കുവെക്കുന്ന ഒരു ബന്ധം നമുക്ക് അവരായിട്ടുണ്ടായാൽ മാത്രമേ ഭാവിയിലും മക്കൾ നമ്മുടെ ഒപ്പം നിൽക്കൂ. എല്ലാം തുറന്നു പറയാനും സന്തോഷിക്കാനും മക്കളെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞാൻ. ഈ അധ്യാപകരുടെ കഠിനാധ്വാനത്തോടൊപ്പം നിങ്ങളുടെ ഈ സഹകരണം കൂടി ഉണ്ടെങ്കിൽ PTA വളരെ ശക്തമാണ്, അധ്വാനിക്കുന്നു, എല്ലാം മനസ്സിലാക്കുന്നു. ഈയിടെ കണ്ട ഒരു വാട്സപ്പ് ഇമേജ് ഇപ്രകാരമായിരുന്നു. ഒരച്ഛൻ മകന്റെ കൈപിടിച്ച് നടക്കാൻ പോവുകയാണ്. വഴിമധ്യേ ഒരു ഭിക്ഷക്കാരനെ കണ്ടു. പ്രാകൃത വേഷധാരിയായ ഭിക്ഷക്കാരനെ കണ്ടപ്പോൾ അച്ഛൻ മകനെ ആ മനുഷ്യനെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, നീയും നന്നായി പഠിച്ചില്ലെങ്കിൽ നിനക്കും ഈ ഗതി വരും. അല്പസമയം കഴിഞ്ഞ് മറ്റൊരു അച്ഛനും മകനും ആ വഴിയെ വന്നു. ഈ ഭിക്ഷക്കാരന് ഭിക്ഷ നൽകിയ ശേഷം ഭിക്ഷക്കാരനെ ചൂണ്ടിക്കാട്ടിയിട്ട് അച്ഛൻ മകനോട് പറഞ്ഞു, മകനെ, നീ നന്നായി പഠിച്ച് മിടുക്കനായി നല്ല നിലയിൽ എത്തിയിട്ട് വേണം ഇങ്ങനെയുള്ള പാവപ്പെട്ടവരെ സഹായിക്കാൻ. പ്രിയപ്പെട്ടവരെ, രണ്ടച്ഛന്മാരും ഇവിടെ കൈമാറിയത് നന്നായി പഠിക്കണം എന്നൊരു മെസ്സേജ് മാത്രമായിരുന്നു. എന്നാൽ രണ്ടുപേരും ഈ മെസ്സേജ് കൈമാറിയ വിധങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ഒരു നെഗറ്റീവ് എനർജിയാണ് ആദ്യം വന്ന പാരന്റ് കൈമാറിയത്. രണ്ടാമത് വന്ന പാരന്റ് വളരെ പോസിറ്റീവ് എനർജി തൻ്റെ മകന് കൈമാറി. അമിതമായി ശിക്ഷിച്ചും ഒറ്റപ്പെടുത്തിയും നൊമ്പരപ്പെടുത്തിയും മക്കളെ നന്നാക്കാമെന്നുള്ള നമ്മുടെയൊക്കെ സങ്കല്പങ്ങളൊക്കെ മറികടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. അവസരങ്ങൾ ഉണ്ടാക്കി അവരെ പ്രോത്സാഹിപ്പിക്കാനും പോസിറ്റീവ് എനർജി നമ്മുടെ മക്കൾക്ക് നൽകാനും അങ്ങനെ അവരെ വളർത്താൻ, അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ, അവരുടെ സൗഹൃദ വലയങ്ങൾ നിരീക്ഷിക്കാൻ, എപ്പോഴും നമ്മുടെ മനസ്സ് അവരുടെ ഒപ്പം സഞ്ചരിക്കാൻ, ഇതിനെല്ലാം സാധിച്ചാൽ നമ്മുടെ മക്കൾ എന്നും നമ്മോടൊപ്പം ഉണ്ടാകും. രാഷ്ട്രത്തിന്, കുടുംബത്തിന് മഹാത്മാവായി അവരെ തിരിച്ചു സമ്മാനിക്കാനായി അധ്വാനിക്കുന്ന അധ്യാപകർക്ക് അത് സഹായകമാകും. ഒരിക്കൽ കൂടി ഈ മക്കളെ മഹാത്മാക്കളാക്കി രൂപപ്പെടുത്താനായിട്ട് ഇവരുടെ നന്മ നിറഞ്ഞ ബാല്യം അതിവിശുദ്ധമായിരിക്കാൻ, വിജ്ഞാനപ്രദമായിരിക്കാൻ കഠിനാധ്വാനം ചെയ്യുന്ന ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ജസ്മിനെയും മറ്റെല്ലാ അധ്യാപകരെയും, ഒപ്പം നിൽക്കുന്ന PTA കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് എല്ലാ ഉപകാരികൾ, അഭ്യുദയകാംക്ഷികൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തരെയും, ബഹുമാനപ്പെട്ട മദർ അമലിനെയും മഠത്തിലുള്ള ഞങ്ങളുടെ എല്ലാ സിസ്റ്റേഴ്സിനെയും മറ്റെല്ലാവരെയും എല്ലാവിധ വിധത്തിലും അഭിനന്ദിച്ചുകൊണ്ടും ജോളി ഫെസ്റ്റ് 2K25 എല്ലാവിധ മംഗളങ്ങളും നന്മയും വിശുദ്ധിയും ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു വരുന്ന 24ാം വാർഡ് കൗൺസിലറും PWD സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ ശ്രീമതി ലെക്സി ജോയിയെ ആശംസകൾ നേർന്ന് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. FCC Ernakulam Province Education Counselor, Reverend Sister Dace John. നമ്മുടെ ഹോളി ഫാമിലി സ്റ്റാർ എന്ന് തന്നെ പറയാം നമ്മുടെ ഇവിടുത്തെ HMനെ. നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ ക്ലിപ്പിങ്സിൽ കണ്ടു എന്തൊക്കെ പരിപാടികൾ നടത്തി. സിസ്റ്റർ ജസ്മി, അതേപോലെ തന്നെ മുൻ HM റെവറൻഡ് സിസ്റ്റർ ലൈസ മരിയ, പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ ലീഡേഴ്സ് ആയ നിയ, നൈഷ ആൻഡ് നിയ, പിന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഉപവിഷ്ടരെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ 2021 ഞാൻ കൗൺസിലറായതിനു ശേഷം ഇവിടെ ഏതെന്ത് പരിപാടി എന്താണെങ്കിലും ഞാൻ ഇവിടെ എത്തുന്നതാണ്. അത് എൻ്റെ ഒരു ഉത്തരവാദിത്വമായിട്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നേരത്തെ ജസ്മി സിസ്റ്റർ പറഞ്ഞത് വേണം, ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹോളി ഫാമിലി സ്കൂളിൽ LP ഉണ്ട്, UP ഉണ്ട്. ഹെൽപ്പിനെയും UPൻ്റെയും സ്കൂളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ ജോളി നഴ്സറി സ്കൂളിലൂടെ നടക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കലാതിലകമായി മാറിയിരിക്കുന്ന നകുൽ രാജും പവിത്രയും
സ്റ്റേറ്റിൽ നമ്പർ 1 ആവണമെങ്കിൽ നമ്മുടെ ഹോളി ഫാമിലി നമ്മുടെ ജോളി നഴ്സറി സ്കൂളിൽ നിന്നാണ് അവർക്ക് പ്രാരംഭം കിട്ടിയിരിക്കുന്നത്. ബേസ് കിട്ടിയിരിക്കുന്നത് ഇവിടെ നിന്നാണ്. അപ്പൊ ആ ബേസ് നമ്മുടെ ജോളി നഴ്സറി ടീച്ചേഴ്സിനെ നല്ല രീതിയിൽ സ്റ്റുഡൻസിനെ കൊണ്ടുപോകാൻ പറ്റുന്നതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ നകുൽ രാജും പവിത്രയും. അതേപോലെ തന്നെ മറ്റുള്ള സ്റ്റുഡൻസിനെയും അവർ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാനിവിടെ വന്നിരുന്നപ്പോൾ ഞാൻ എൻ്റെ സ്കൂൾ ജീവിതമാണ്. ഞാൻ എൻ്റെ LKG UKG എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയിരുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്നിവിടെ വെൽക്കം ഡാൻസ് അവതരിപ്പിച്ച കുഞ്ഞു മക്കള്, they are only 5 years old. ആ 5 വയസ്സ് പ്രായം, LKG UKG എന്ന് പറയുമ്പോൾ 4-5 വയസ്സ് പ്രായമുള്ളൂ. ആ 4-5 വയസ്സ് പ്രായമുള്ള ആ കുട്ടികൾ എന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ആ വെൽക്കം ഡാൻസ് കളിച്ചത്. അത് പഠിപ്പിച്ചെടുക്കണമെങ്കിൽ ആ ടീച്ചറിനെ ശരിക്കും നമിക്കണം. നല്ല രീതിയിൽ തന്നെ അവർ പ്രസന്റ് ചെയ്തു. പിന്നെ ഒരു കാര്യമുള്ളത്, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ആകെ കൂടി ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് എല്ലാവരും ചോദിക്കാണ്, ഈ എന്താ പറയുക, ഇംഗ്ലീഷിൽ പറയുന്ന റെയിൻബോസിന് എത്ര കളേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ കൊച്ചു ചെറുപ്പത്തിലെ ഞങ്ങളെ ഒരു പാട്ടിൻ്റെ രൂപത്തിൽ പഠിപ്പിച്ചത് കൊണ്ട് ഞാൻ അത് ഇപ്പോഴും ഓർക്കുന്നു. അത് ടീച്ചേഴ്സ് പഠിപ്പിച്ചിരുന്നത്, അല്ലാണ്ട് വലിയ ക്ലാസ്സിൽ കയറിയപ്പോൾ ഞാൻ പഠിച്ചതല്ല. LKG UKG കാലങ്ങളിൽ തന്നെ പഠിച്ചതാ. അത് ഇത്രയേ ഉള്ളൂ. There are 7 lovely colors in the rainbow. Orange, indigo, white, blue, green, yellow. ആ കളേഴ്സ് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് അത് എന്താ പറയുക, പാട്ടിൻ്റെ രൂപത്തിൽ there are 7 lovely colors in the rainbow: orange, white, indigo, orange, blue and green എന്ന് പഠിക്കും. ആ പാട്ട് രൂപത്തിൽ നമ്മൾ ഒരിക്കലും മറക്കില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ ചോദിക്കും, ഫെബ്രുവരിയിൽ എത്ര ദിവസമുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന, ചെറുപ്പത്തിൽ നമ്മൾ ഈ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച് അങ്ങനെ പറയും. അങ്ങനെ പറയുന്നതിന് ഒരു എളുപ്പ വഴിയായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: 30 days of September, April, June and November, all the rest of 31 except February alone. ആ പാട്ടിലൂടെയാണ് നമ്മളത് നോക്കിയിട്ട് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എത്ര പെട്ടെന്ന് പറയാൻ പറ്റും. അപ്പൊ പിള്ളേരിനെ കുറച്ചും കൂടെ നമ്മുടെ എന്താ പറയുക, ഫുള്ളായിട്ട് ടീച്ചേഴ്സ് പഠിപ്പിക്കേണ്ട ഒരു കാര്യമുള്ളൂ, ക്ലാസ് റൂമിൽ ഒരു കാരണവശാലും മലയാളത്തിൽ സംസാരിക്കരുത്. ഞാൻ ഇംഗ്ലീഷ് അറിയുന്നത് കൊണ്ട് മാത്രമല്ല ഞാനിത് പറയുന്നത്. കൂടുതൽ പിള്ളേർ വലുതായി വരുമ്പോൾ അതുകൊണ്ട് അവർക്ക് നല്ല പ്രയോജനം ഉണ്ടാവും. കൂടുതൽ ടീച്ചേഴ്സ് ഇന്ററാക്ട് ചെയ്യുമ്പോൾ പിള്ളേരുടെ അടുത്ത് അതൊരു സ്ട്രിക്റ്റ് ആയിട്ട്, വൺസ് യുവർ ചിൽഡ്രൻ ഇസ് ഇൻ യുവർ ക്ലാസ്, അവരെല്ലാവരും പക്കയായിട്ട് ടീച്ചേഴ്സിന് അറിയുന്ന രീതിയിൽ പിള്ളേരോട് ഇംഗ്ലീഷ് സംസാരിക്കുക. പിള്ളേർ അതേപോലെ തന്നെ ഡോണ്ട് ടോക്ക് ഇൻ മലയാളം. നമ്മൾ വിശ്വജ്യോതിപ്പിക്കോ അവിടെ ഒറ്റ പിള്ളേരെ മലയാളത്തിൽ സംസാരിപ്പിക്കില്ല LKG UKG ക്ലാസ്സസിൽ. അതുകൊണ്ട് ആ പിള്ളേർ അതേ രീതിയിൽ വളർന്നു വരാനുള്ള ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെയും സ്ട്രിക്റ്റ് ആയിട്ട് ആ ഒരു റൂള് കൊണ്ടുവരികയാണെങ്കിൽ ഇത്രയും കൂടി ഏറ്റവും മെച്ചപ്പെട്ട് തന്നെ ഇരിക്കാൻ ഞാൻ പറയുന്നത്, ബെറ്റർ ആയിട്ട് നമുക്ക് ജോളി നഴ്സറിനെ കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ ഇവിടെ നേരത്തെ ഡേയ്സ് ജോൺ സിസ്റ്റർ പറഞ്ഞു നമ്മുടെ ഇവിടുത്തെ പിള്ളേരുടെ കലാതിലകമായതിൻ്റെ ചരിത്രങ്ങളും പിന്നെ അബ്ദുൽ കലാം പറഞ്ഞ വാക്കുകളും ഒക്കെ പറഞ്ഞു. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ എനിക്ക് വേറൊരു സ്ഥലത്ത് കൂടി എത്തുന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയുക അനുവാദത്തോടുകൂടി ഞാനൊന്ന് പൊക്കോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശോഭിതരാക്കണം
ആണെങ്കിലും നമ്മുടെ ജോളി ഫെസ്റ്റ് 2025 ഏറെ സ്നേഹത്തോടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അതിലേറെ തങ്ങളുടെ ബാല്യകാല സ്മരണകളെ അനുസ്മരിക്കുന്ന നല്ല ഓർമ്മകളോടെ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്ന നകുൽ രാജിനെയും പവിത്രയെയും വളരെ സന്തോഷത്തോടെ ഞങ്ങൾ സ്വീകരിക്കുകയാണ് ഈ വേദിയിലേക്ക്. പവിത്രയെയും മനോജിനെയും ഓർത്ത് ഈ വിദ്യാലയം ഏറെ അഭിമാനിക്കുന്നു. കാരണം ഈ വിദ്യാലയത്തിൽ നിന്നും ആരംഭിച്ച് ഇവരുടെ കലാജീവിതം തുടങ്ങിയിട്ട് അത് വളരെയേറെ വിജയത്തിൻ്റെ പടികളിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട നകുൽ രാജിനും പവിത്രയ്ക്കും നിങ്ങളെ ഓർത്ത് ഞങ്ങളും അഭിമാനിക്കുന്നു. അതോടൊപ്പം എല്ലാ വിജയാശംസകളും ഞങ്ങൾ നേരുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഏറെ സ്നേഹത്തോടെ ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട ഈ വിദ്യാലയത്തിൻ്റെ നല്ല പൂർവ്വ വിദ്യാർത്ഥികളെ ഏറെ സ്നേഹപൂർവ്വം ഞാൻ വിദ്യാലയത്തിൻ്റെ പേരിൽ ഇവിടെയുള്ള എല്ലാ അധ്യാപകരുടെയും പേരിൽ ഏറെ ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ജോളി ഫെസ്റ്റ് 2025 മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കുട്ടികളുടെ ബാല്യകാലത്തിലുള്ള പഠനം എത്രമാത്രം അടിത്തറയോടെയാണോ നമ്മൾ ആരംഭിക്കുന്നത്, അതനുസരിച്ചായിരിക്കും ആ കുഞ്ഞിൻ്റെ ഭാവി വളർന്നു വരിക. അതിലുപരി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എത്രമാത്രം നമ്മൾ പഠിപ്പിച്ചൊക്കെ വിട്ടെങ്കിലും കുടുംബമാണ് ആദ്യത്തെ കളരി. മാതാപിതാക്കൾ മക്കളോടൊപ്പം സന്തോഷത്തിലും സന്താപത്തിലും ഒത്തൊരുമിച്ച് മുന്നേറുമ്പോൾ തങ്ങളുടെ മാതാപിതാക്കൾക്ക് തങ്ങളെ ഇഷ്ടമാണ്, തങ്ങളെ ആവശ്യമാണ് എന്ന ബോധ്യമുള്ള ഒരു കുട്ടിയും എന്തെല്ലാം സാഹചര്യങ്ങൾ തങ്ങളെ അലട്ടിയാലും ലോകത്ത് വന്നുകൂടിയാലും വഴിതെറ്റിപ്പോവുകയില്ല. ഇപ്പോൾ എല്ലാവർക്കും ജോലിയുടെ തിരക്കിലാണ്. തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളോട് സംസാരിക്കുവാനോ അവരോടൊത്ത് അല്പസമയം പങ്കുവയ്ക്കുവാനോ സമയം കിട്ടാതെ വരുമ്പോൾ കുഞ്ഞുമക്കൾ അവരുടേതായ ലോകം തേടിപ്പോവും. ഈ ജോളി നഴ്സറിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, അൽഫോൻസാമയുടെ മാധ്യസ്ഥത്തിലാണ് ഈ ജോളി നഴ്സറി സ്ഥാപിതമായിരിക്കുന്നത്. വിശുദ്ധ അൽഫോൻസാമ കുഞ്ഞുങ്ങളുടെ ടീച്ചറായിരുന്നു. നമുക്കറിയാം, ഈ ചുറ്റുപാടുകളിലൊക്കെ ഒത്തിരി നഴ്സറികളൊക്കെ ഉണ്ടെങ്കിലും കുട്ടികളെ കിട്ടാതെ അഡ്മിഷൻ നിർത്തി വെക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ ജോലി നഴ്സറിക്ക് എല്ലാ വർഷവും ഉള്ളത്. അതിന് കാരണം ഇവിടെയുള്ള അധ്യാപകരുടെയും അധ്യാപകരുടെയും ഒന്നിച്ചുള്ള കൂട്ടായ്മയുള്ള പ്രവർത്തനം കൊണ്ടാണ്. ഈ ആനിവേഴ്സറിക്കാണെങ്കിലും വളരെ നാളുകളായി സിസ്റ്റർ ജസ്മിയുടെ നേതൃത്വത്തിൽ ഇവർ ഒരുങ്ങാൻ തുടങ്ങിയിട്ട് നമ്മൾ കണ്ടു. 4 or 5 വയസ്സുള്ള കുട്ടികൾ എത്ര തന്മയത്തോടെയാണ് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അവർ നിർവഹിക്കുക. അവർ ഇത്രയും വ്യക്തതയോടും കൃത്യതയോടും ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വളരെയധികം കഠിനാധ്വാനം അവരുടെ ടീച്ചേഴ്സിനുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. അതുപോലെ മാതാപിതാക്കളുടെ സഹകരണവും. നിങ്ങൾക്കൊക്കെ ഒത്തിരിയേറെ തിരക്കുകളൊക്കെ ഉണ്ടായിട്ടും തങ്ങളുടെ കുഞ്ഞുമക്കളുടെ കളി കാണുവാൻ വേണ്ടി വളരെ നേരത്തെ എത്തുകയും അവരെ പഠിപ്പിക്കുകയും അവർക്ക് പ്രോത്സാഹനം നൽകുവാൻ വേണ്ടി വന്നിരിക്കുന്ന മാതാപിതാക്കൾക്ക് നന്ദി പറയുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടായ പ്രവർത്തനം ഇനിയും ഈ ജോളി നഴ്സറിയോടൊപ്പം ഉണ്ടാകണമെന്ന് ആശംസിച്ചുകൊണ്ടും
നല്ലൊരു കലാസന്ധ്യ ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. റാങ്ക് ലഭിച്ച കുട്ടികൾക്കായുള്ള അവാർഡ് ദാനമാണ്. LKG UKG ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള അവാർഡ് നൽകുന്നതിനായി സിസ്റ്റർ ഡേയ്സ് ജോണിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. 1000 rupees memento, medal and certificate. Adam Munir, second rank, cash prize 500 rupees, memento, medal and certificate. Muhammad Ayan PS, second rank, cash prize 500 rupees, memento, medal and certificate. Aradhya Dev S, third rank, cash prize 250 rupees, memento, medal and certificate. Niha Joli, third rank, cash prize 250 rupees, memento, medal and certificate. Nia CA, third rank, cash prize 250 rupees, memento, medal and certificate. LKG section, Atmik Dinesh, first rank, cash prize 1000 rupees, memento, medal and certificate. Aaron Dinesh, second rank, cash prize 500 rupees, memento, medal and certificate. Vaishnavi Rajesh, second rank, cash prize 500 rupees, memento, medal and certificate. Adar KK, third rank, cash prize 250 rupees, memento, medal and certificate.
Muhammad Hadi, 3rd rank. Cash prize 250 rupees. Memento, medal and certificate. Cash prize 250 rupees, memento, medal and certificate. Vaishnavi Rajesh, 2nd rank. Cash prize 500 rupees, memento, medal and certificate. ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്നത് 2012 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും വിദ്യാഭ്യാസ രംഗത്തും കലാരംഗത്തും ചുവടുകൾ വെച്ച് ഇന്നത്തെ കലാരംഗത്തെ ഭാവി പ്രതിഭകളായ നകുലും പവിത്രയുമാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഭരതനാട്യം, മോഹിനിയാട്ടം, നാടോടി നൃത്തം എന്നീ ഇനങ്ങൾക്ക് നകുൽ രാജ് എ ഗ്രേഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ മോഹിനിയാട്ടത്തിന് എ ഗ്രേഡും ജില്ലാ തലത്തിൽ മോഹിനിയാട്ടത്തിന് ഫസ്റ്റും ഭരതനാട്യത്തിന് സെക്കൻഡും പവിത്ര കരസ്ഥമാക്കിയിട്ടുണ്ട്. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുത്ത ഈ കലാപ്രതിഭകളെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിനും മൊമെന്റോ നൽകുന്നതിനുമായി നമ്മുടെ സ്കൂളിന്റെ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ജസ്മി ജോസിനെ ക്ഷണിക്കുന്നു. വളർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത സിസ്റ്റർ എലീസ് മേരിയെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഇന്നത്തെ യോഗത്തിലെ അധ്യക്ഷ എഡ്യൂക്കേഷൻ കൗൺസിലർ സിസ്റ്റർ ഡേയ്സ്, ബഹുമാനപ്പെട്ട മദർ, ഇന്നത്തെ താരങ്ങളായിരിക്കുന്ന രാജ്, പവിത്ര, പ്രസംഗത്തിനായിരിക്കുന്ന 2 കൊച്ചു കുഞ്ഞുങ്ങളെ, സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂട്ടുകയും 2025 ജോളി നഴ്സറി ഫെസ്റ്റിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുകയാണ്. ഈ സന്തോഷത്തിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ച ഈ വിദ്യാലയത്തിലെ ബഹുമാനപ്പെട്ട ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ജസ്മി ജോസിന് നന്ദിപൂർവ്വം, ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. അതോടൊപ്പം ഇന്ന് ഈ സന്തോഷത്തിൽ പങ്കെടുക്കുമ്പോൾ അതിനേക്കാൾ ഉപരിയായി എനിക്കുള്ള സന്തോഷം പങ്കുവയ്ക്കാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട 2 മക്കളാണ്, നകുൽ രാജും പവിത്ര മനോജും. ഇവരെ ആദരിക്കുവാനും ഇവർക്ക് മംഗളങ്ങൾ ആശംസിക്കുവാനുമായിട്ടുമാണ് ഞാനിവിടെ പ്രത്യേകമായി വന്നിരിക്കുന്നത്. സംസ്ഥാന കലോത്സവത്തിൽ കുട്ടികൾ പങ്കെടുക്കുമ്പോൾ ഞാൻ എല്ലാ ദിവസവും പേപ്പർ എടുത്ത് വായിക്കും. കാരണം കുട്ടികളെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ ഓരോ ദിവസവും പേപ്പർ എടുത്ത് വായിക്കുമ്പോൾ പല കുട്ടികളുടെ പരിപാടികളും വിജയങ്ങളും ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹോളി ഫാമിലി അങ്കമാലി എന്ന് കാണുമ്പോൾ പെട്ടെന്ന് കണ്ണുടക്കും. അങ്ങനെ ഉടക്കി കഴിഞ്ഞപ്പോൾ ആദ്യം കണ്ടതാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളായ നകുൽ രാജും പവിത്ര മനോജും സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡ് നേടി. ഞാൻ ഒന്നും കൂടെ നന്നായിട്ട് വായിച്ചു. കാരണം ഇവരിവിടെ നിന്ന് പോയിട്ട് ഈ വർഷം ഒരു 10ലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് ഇവർ തന്നെയാണോ
കുട്ടികൾ വലുതാവുമ്പോൾ ചിലപ്പോഴൊക്കെ മുഖത്തിനല്പം വ്യത്യാസം വരും. എങ്കിലും ഞാൻ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞിട്ട് ഒന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഞാൻ ഇവിടുന്ന് സെക്രട്ടറി ടീച്ചറെ വിളിച്ച് ചോദിച്ചു, നമ്മുടെ നഗരാജ്യം പവിത്രം തന്നെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, അതേ സിസ്റ്റർ മറന്നുപോയി. ഞാൻ മറന്നിട്ടല്ല, കുട്ടികൾ വലുതായി വരുമ്പോൾ ഒരു പക്ഷേ മുഖത്തെന്തെങ്കിലും വ്യത്യാസം വന്നും വേറെ ഏതെങ്കിലും കുട്ടികളാണോ, അല്ല നമ്മുടെ കുട്ടികൾ തന്നെ എന്ന് ടീച്ചർ ഉറപ്പിച്ച് പറഞ്ഞു. ഉടനെ ഞാൻ ചെന്ന് ആ പേപ്പറിൽ നിന്ന് അവരുടെ ഫോട്ടോ രണ്ടും വെട്ടിയെടുത്തു. ഇത് രണ്ടും വെട്ടിയെടുത്തിട്ട് ഞാൻ ആദ്യമായി എൻ്റെ പ്രാർത്ഥനാ പുസ്തകത്തിൽ വെച്ചു. ഇത് രണ്ടും എടുത്തു വെച്ചിട്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ രണ്ട് മക്കളെ 2013 തുടങ്ങി 19 വരെ ഞാനിവിടെ ഈ സ്കൂളിൽ സേവനം ചെയ്തു. ഈ കുട്ടികൾ ഇന്ന് ഈ നിലയിലെത്തിയപ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ ഈ 2 ഫോട്ടോയും എടുത്ത് പ്രാർത്ഥനാ പുസ്തകത്തിൽ വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്ക് അഭിവാദനം അർപ്പിക്കുവാൻ എന്ത് ചെയ്യുന്ന ഓർത്തിരിക്കുമ്പോഴാണ് ഇവിടെ പേരൻസ് എന്നെ വിളിച്ചു, സിസ്റ്റർ നമ്മുടെ കുട്ടികളാണ് എന്ന് പറഞ്ഞ് എന്നെ അറിയിച്ചു. അപ്പോൾ ഇതിനൊരു അവസരം കൂടി എനിക്ക് ലഭിക്കുകയായിരുന്നു. ഈ അവസരത്തിൽ നകുൽ രാജിനെയും പവിത്ര മനോജിനെയും ഏറ്റവും ആഘോഷത്തോടു കൂടി തന്നെ ഞാൻ അവർക്ക് മംഗളങ്ങളും വിജയാശംസകളും നേരുകയാണ്. 2013-19 വർഷങ്ങളിൽ ഇവർ ഇവിടെ പഠിച്ചത് 2014-15 നമുക്കറിയാം, കൊച്ചുകുട്ടികളെ നമ്മുടെ കൈ കിട്ടുമ്പോൾ അവരെ എങ്ങനെ വളർത്തിയെടുക്കണമെന്ന് ചോദിച്ചാൽ നഴ്സറി പഠിപ്പിക്കുന്ന കുട്ടികൾ ടീച്ചേഴ്സിനെ അതിനെക്കുറിച്ച് അറിയാൻ പാടുള്ളൂ. ഞാനിതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ നമുക്കൊരു നല്ല പഴം കിട്ടി, ആ പഴം കിട്ടി അത് തിന്നു കഴിയുമ്പോൾ എല്ലാവരും ഇതിൻ്റെ വിത്ത് എവിടെ, ഇത് നമുക്ക് വിത്ത് പാകി മുളപ്പിക്കാം. പാകി മുളപ്പിച്ച് കഴിയുമ്പോൾ അത് വളർന്ന് വലുതാകുന്നത് വരെ നമ്മൾ കാത്തിരുന്ന് കഴിയുമ്പോൾ അത് ഒരു 5-6 മാസം കഴിയുമ്പോൾ അത് വളർന്ന് ഫലം ചൂടി നല്ല പഴങ്ങളാകുമ്പോൾ എല്ലാവരോടും പറയും, ദേ അത് പഴുത്തു, അത് നമുക്ക് പറിച്ചുകൊണ്ട് വരാം. അത് പറിച്ചുകൊണ്ട് വന്നിട്ട് ആദ്യം ചെയ്യുന്നത് ചിലപ്പോഴും നമ്മൾക്ക് ഞങ്ങളുടെ കോൺവെൻറ്റിലും അല്ലെങ്കിൽ പ്രായമുള്ള മാതാപിതാക്കളുടെ വീടുകളൊക്കെ ആദ്യം പറയും, ആദ്യം നട്ട ഇത്രയും നല്ലൊരു പഴമാണെങ്കിൽ ആദ്യം നമുക്ക് ഈശ്വരൻ്റെ മുമ്പിൽ സർവശക്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം എന്ന് പറയും. അങ്ങനെ നമ്മുടെ കോൺവെൻറ്റുകളിലൊക്കെ സിസ്റ്റേഴ്സ് പറയും, നമുക്ക് ആദ്യം ഫലം കൊണ്ടുപോയി തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. അത് സമർപ്പിച്ച് കഴിയുമ്പോൾ പിന്നീട് എടുത്ത് എല്ലാവരും അത് പങ്കുവെച്ച് സന്തോഷിച്ച് കഴിക്കും എന്ന് പറഞ്ഞതുപോലെ ഈ മക്കള് ഇവിടെ നിന്നും 3.5 വയസ്സ് 4 വയസ്സുള്ളപ്പോൾ ഇവിടെ കാലെടുത്ത് വയ്ക്കുന്ന സമയത്ത് മാതാപിതാക്കളുടെ കൈകളിൽ നിന്നും പറിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ അവരെ ഒരുക്കി 2-3 മാസം കൊണ്ട് അവർ ഒരുക്കിയെടുക്കും. അങ്ങനെ കരച്ചിലെല്ലാം മാറി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ ആദ്യത്തെ സ്റ്റെപ്പ് ജോളി നേഴ്സിൻ്റെ പരിപാടി ഞങ്ങളുടെ വിശ്വജ്യോതിയിലുള്ള മത്സരങ്ങളാണ്. വിശ്വജ്യോതിയിൽ പോയി 40-45 സ്കൂളുകൾ മത്സരിക്കുമ്പോൾ ഇവിടെയുള്ള കുട്ടികൾ പോയി നന്നായിട്ട് മത്സരിച്ച് അവിടെ എത്തുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്നത് എന്താണെന്ന് അറിയാമോ, ജോളി നേഴ്സിൽ നിന്നും ടീച്ചേഴ്സും പിള്ളേരും വന്നിട്ടുണ്ടോ? അങ്ങനെയെങ്കിലും നമ്മൾ നിന്നിട്ട് കാര്യമില്ല, ഞങ്ങൾക്കിനും സമ്മാനം കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞു മക്കളെ ഈ രീതിയിൽ അവർ അക്ഷരം പഠിച്ചു വരുന്നുള്ളൂ. എന്ന് പറയാൻ എഴുതാൻ പഠിച്ചിട്ടില്ല, ABCD പഠിച്ചു വന്നിട്ടില്ല. എങ്കിലും കലയിൽ ഏറ്റവും മുൻപതിൽ നിർത്തി അവരെ കൊണ്ടുപോയി എത്ര വർഷം കൊണ്ടുപോകണമെങ്കിലും അവിടെ ഞാൻ ട്രോഫി വാങ്ങിച്ച് ഞങ്ങൾ പോരാറുള്ളൂ. അതിൽ നിന്നൊക്കെ മുൻപതിൽ നിന്ന 2 മക്കളാണ് നകുൽ രാജും പവിത്ര മനോജും. അവരുടെ ആ വർഷത്തിൽ തന്നെ ഇവിടെ വാർഷികം നടക്കുമ്പോൾ അന്ന് തന്നെ ഇവർക്ക് നല്ല ഒരു കലയുണ്ടായിരുന്നു. വാർഷികം നടക്കുമ്പോൾ ഇവർ 2 പേരും കളിച്ചപ്പോൾ അന്ന് ഇവിടെ കൂടിയിരുന്ന പാരൻസ് നിറച്ച് പാരൻസ് ആയിരുന്നു. അവർ എല്ലാവരും വന്ന് എന്നോട് ചോദിച്ചത് ഇതാണ്, സിസ്റ്റർ ഈ കുട്ടികൾ നമ്മുടെയാണോ, അതേ പുറത്തുനിന്ന് വിളിച്ചു കൊണ്ടുവന്ന് കളിപ്പിച്ചതാണോ എന്ന് നകുൽ രാജിനെയും പവിത്രയെയും കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, നമ്മുടെ കുട്ടികളാണ്, ഈ കുട്ടികൾ ഇവിടെ തന്നെ പഠിച്ച കുട്ടികളാണ്. ഇന്ന് ഇവരെ ഈ രീതിയിൽ വളർത്തി ഇവർക്ക് കിട്ടിയ ആ ചെറുപ്പത്തിൽ കിട്ടിയ ആ പരിശീലനം ഇന്ന് ഈ രീതിയിൽ വളർന്ന് പന്തലിച്ച് ഇത്രയും വലിയ നേട്ടം കിട്ടിയിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് അവരെ അഭിനന്ദിക്കാം. ഇനിയും അവരുടെ ഭാവി ധാരാളം കാൽച്ചൂടുകൾക്ക് അവർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വിജയങ്ങൾ തീർന്നിട്ടില്ല. ഇനിയുള്ള ഓരോ കാൽവയ്പിലും
അവർക്ക് ധാരാളം ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. പിന്നെ നല്ല പോലെ ഇനി ശോഭിക്കാനുള്ള കൃപ സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും, പ്രത്യേകിച്ച് നകുൽ രാജനും പവിത്ര മനോജനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇവിടെ ഇപ്പോൾ അവരെ ഞാൻ പൊന്നാട അണിയിച്ച് അവരെ ആദരിക്കുകയാണ്. അവരെ പഠിപ്പിച്ച ടീച്ചേഴ്സും കൂടെ ഉണ്ട്. അവരും കൂടെ നിന്ന് അവരെ പൊന്നാട അണിയിച്ച് അവർക്ക് അഭിനന്ദനങ്ങൾ നേരുവാനായിട്ട് ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നു. Thank you so much for having me here. ജോളി നഴ്സറി സ്കൂൾ അതിൻ്റെ ആനുവൽ ഡേ ആഘോഷിക്കുന്ന ഈ ഒരു ദിവസം എൻ്റെ മുന്നിലിരിക്കുന്ന മുഴുവൻ മാതാപിതാക്കളുടെയും പ്രതിനിധിയായി ഈ വേദിയിലിരിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. കാരണം നിങ്ങളെല്ലാവരെയും പോലെ ഈ വിദ്യാലയത്തിൻ്റെ ഇവിടുത്തെ അധ്യാപകരുടെ അനധ്യാപകരുടെയൊക്കെ നന്മ കുട്ടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അനുഭവിച്ചറിയാൻ ഭാഗ്യം ലഭിച്ച ഒരു രക്ഷകർത്താവാണ് ഞാൻ. കുട്ടികളുടെ സമഗ്ര വികസനത്തിന് വേണ്ടി കഴിയാവുന്നതെല്ലാം ഇവിടുത്തെ അധ്യാപകർ എല്ലാ ഘട്ടത്തിലും ചെയ്തിട്ടുണ്ട്. അത് കളേഴ്സ് ഡേ ആയിക്കോട്ടെ, കളറിംഗ് കോമ്പറ്റീഷൻസ് ആവട്ടെ, ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻസ് ആവട്ടെ, സ്കോളർഷിപ്പ് എക്സാംസ് ആവട്ടെ, ഓണം ക്രിസ്മസ് സെലിബ്രേഷൻസ് ആൻഡ് കിഡ്സ് ഫെസ്റ്റ്, സ്പോർട്സ് ഡേ, അങ്ങനെയെല്ലാം. ഇന്ന് ഈ ആനുവൽ ഡേക്ക് പുറകിലും മാസങ്ങളുടെ തയ്യാറെടുപ്പുകളുണ്ട്. മുഴുവൻ കുട്ടികളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കിയിട്ടുണ്ട്. മാതാപിതാക്കളുടെ സഹകരണം തേടിയിട്ടുണ്ട്. അധ്യാപകരുടെ അക്ഷീണ പ്രയത്നമുണ്ട്. ആൻഡ് ക്വൈറ്റ് നാച്ചുറലി ദിസ് ഈവനിങ് ഫീൽസ് സോ ഓസം, ഹോൾസം ആൻഡ് ഹാർട്ട് വാമിങ്. 2 വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ വരാൻ യാതൊരു താല്പര്യമില്ലാതെ എന്നും കരഞ്ഞുകൊണ്ടിരുന്ന ഒരു കുട്ടിയുടെ അമ്മയിൽ നിന്ന് 2 വർഷങ്ങൾക്കിപ്പുറം സ്കൂളിനെ അതിൻ്റെ എല്ലാവിധ എക്സൈറ്റ്മെൻറ്റോടുകൂടിയും കാണുന്ന കുട്ടിയുടെ അമ്മയിലേക്കുള്ള ദൂരം വെട്ടിക്കുറച്ച ഇവിടുത്തെ അധ്യാപകരുടെ നന്മയ്ക്ക് മുന്നിൽ, അർപ്പണ മനോഭാവത്തിന് മുന്നിൽ, സ്നേഹത്തിന് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ജോളി ഫെസ്റ്റിന് എൻ്റെ പേരിലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മുഴുവൻ മാതാപിതാക്കളുടെ പേരിലും എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, ഗുരുജനങ്ങളെ, പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ. നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാലയമായ ജോളി നഴ്സറി സ്കൂളിൻ്റെ വാർഷികാഘോഷത്തിൻ്റെ ഒരു സന്തോഷം പങ്കിടാനും കലാപരമായ നമ്മുടെ കഴിവുകൾ കാണിക്കാനും ഈ അവസരം നമുക്ക് ഉപയോഗിക്കാം. വർഷങ്ങളായി അനേകം കുരുന്നുകൾക്ക് അറിവും നന്മയും പകർന്ന് നമ്മുടെ വിദ്യാലയത്തിന് മഹത്തായ ഒരു പാരമ്പര്യമാണുള്ളത്. നമ്മുടെ വിദ്യാലയത്തിൽ പഠിച്ചു പോയ വിദ്യാർത്ഥികൾ എത്ര ഉയർന്ന നിലയിലാണ് ഇന്ന് ജീവിക്കുന്നത്. നമുക്ക് മാതൃകയായും
നമ്മുടെ വിദ്യാലയത്തിലെ അഭിമാനവുമായ അവരെയും നമുക്ക് സ്നേഹത്തോടെ ഓർക്കാം. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അറിവിൻ്റെയും പാഠങ്ങൾ നമുക്ക് പകർത്തുന്ന എല്ലാ അധ്യാപകരെയും മുമ്പിൽ ഞാൻ നന്ദിയോടെ കൈകൂപ്പുന്നു. നമ്മുടെ വിദ്യാലയത്തെ എന്നും വിജയത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന HM ജസ്മി ടീച്ചറും എല്ലാ അധ്യാപകരും മാതാപിതാക്കളും എല്ലാവരുടെയും ഒത്തൊരുമയും പിന്തുണയുമാണ് നമ്മുടെ വിദ്യാലയത്തെ മനോഹരമായ ഒരു അന്തരീക്ഷത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ അവരുടെ കഴിവുകൾ സ്റ്റേജിൽ ഭംഗിയായി പ്രകടിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Honorable guests, Reverend sisters, teachers, parents, and my dear friends, it's an honor for me to stand here as a representative to express our heartfelt gratitude to everyone on this special occasion. First of all, I thank my Lord for His love upon us till this time. Now I thank to the school management and to our dear headmistress and all our dear teachers for their special attention towards us in each and every moment in our school days. Now I remember their motivation and guidance, which truly serves us the right path. They are much fond of us. Also, I thank all our dear parents for their love, care, and effort for our well-being. I thank my dear friends for having a bright academic period and wish you success in your future. Finally, I thank all our dear aunties for helping us every day. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ഇഷ്ടവ്യക്തികളെ, പ്രിയ മാതാപിതാക്കളെ, കൊച്ചനുജന്മാരെ, ചുറ്റുമാരെ, ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചത് ദൈവത്തിൻ്റെ വലിയൊരു കടാക്ഷവും കരുണയുമാണ്. ഇതിനുവേണ്ടി എന്നെ പ്രാപ്തനാക്കിയ എൻ്റെ പ്രിയ ഗുരു RV സുബേഷ് മാഷിനോട് ഞാൻ നന്ദി പറയുന്നു. കൂടാതെ എൻ്റെ മാതാപിതാക്കളോടും ചേച്ചിയോടും എല്ലാവരോടും എൻ്റെ സ്നേഹം. കൂടാതെ ഈ വേദിയിൽ എന്നെ നിൽക്കാൻ ക്ഷണിച്ച സിസ്റ്റർ HM ജംസി സിസ്റ്ററിനെ നന്ദി പറയുന്നു. കൂടാതെ മുൻ HM ആയ സിസ്റ്റർ എൽസാമരിയോട് എത്ര നന്ദി പറഞ്ഞാലും ഒരുപാട് സ്നേഹവും കടപ്പാടും പറയാൻ വാക്കുകളില്ല. നന്ദി. സദസ്സിലുമായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. ഇവിടെ ഒന്നും കൂടി ചിലകേട്ടാൻ ഉള്ള അവസരം തന്ന സ്കൂളിൻ്റെ HM സിസ്റ്റർ ജസ്മി ജോസഫ് നന്ദി. പിന്നെ 10 വർഷത്തിന് ശേഷം കാണുന്ന സിസ്റ്റർ എലേസ്മരി സിസ്റ്റർക്ക്, പിന്നെ എന്നെ കലോത്സവത്തിന് പങ്കെടുപ്പിക്കാനുള്ള ധൈര്യവും എല്ലാം തന്ന എൻ്റെ മാഷ് സുബേഷ് മാഷ്, കലാക്ഷേത്ര അമൽനാഥ്, എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. UKG B first,
Sajo. LKG B first, Isabel Shiju. Second, Angel Mary Jijo. LKG C first, Andrea Anthony. Second, Saurav Krishna. UKG C second, Nia CA. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, എൻ്റെ പ്രിയ കുഞ്ഞുമക്കളെ, ജോളി നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിനം ആഹ്ലാദവും ഉത്സാഹവും നിറഞ്ഞതാണല്ലോ. 69ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സുന്ദരവേളയിൽ ജോളി ഫെസ്റ്റ് 2025 പൊതുസമ്മേളന വേദിയെ ഉജ്ജ്വലമാക്കിയ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് ഔപചാരികമായി നന്ദി അർപ്പിക്കുക എന്ന കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഇന്നത്തെ ഈ വാർഷികാഘോഷം മനോഹരമാക്കുവാൻ പ്രശാന്തസുന്ദരമായ ഒരു നല്ല ദിവസം ഒരുക്കി തന്നതിന് ആദ്യമേ സർവേശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. എറണാകുളം വെസ്റ്റ് പ്രൊവിൻസിൻ്റെ എഡ്യൂക്കേഷൻ കൗൺസിലർ, ഹോളി ഫാമിലി സ്കൂളിൻ്റെ മുൻ ഹെഡ് മിസ്റ്റേഴ്സ്, ജോളി നേഴ്സിയുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും തന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമ റവറൻഡ് സിസ്റ്റർ ഡേയ്സ് ജോൺ, ജോളി ഫെസ്റ്റ് 2025 പൊതുസമ്മേളന വേദിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുകയും നല്ല വാക്കുകൾ കൊണ്ട് നമ്മെ ധന്യരാക്കുകയും ചെയ്ത റവറൻഡ് സിസ്റ്റർ ഡേയ്സ് ജോണിന് നന്ദിയുടെ 1000 വാടാമലകൾ അർപ്പിക്കുന്നു. അങ്കമാലി ബസിലിക്കയുടെ അസിസ്റ്റന്റ് വികാരി ഫാദർ ജെൻസ് പാലച്ചൂട്ടിലച്ചൻ വളരെ മനോഹരമായി ആശംസ പ്രസംഗം നടത്തി നമ്മളെ ധന്യരാക്കി. ബഹുമാനപ്പെട്ട ജെൻസ് പാലച്ചൂട്ടിലച്ചന് എല്ലാവരുടെയും പേരിലുള്ള ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. നല്ല തുടക്കമാണ് ഏതൊരാഘോഷത്തിനും മാറ്റുകൂട്ടുന്നത്. ജോളി ഫെസ്റ്റ് 2025 തുടക്കം കുറിച്ചുകൊണ്ട് പതാക ഉയർത്തിയത് നിർമ്മല ഭവന്റെ മദർ സുപ്പീരിയറും നമ്മുടെ സ്കൂളിൻ്റെ മാനേജറുമായ സിസ്റ്റർ അമൽ ജോസാണ്. നമ്മുടെ വിദ്യാലയത്തോട് അതിരറ്റ സ്നേഹവും വാത്സല്യവും കാണിക്കുന്ന സിസ്റ്റർ അമൽ ജോസിന് ജോളി നേഴ്സറി കുടുംബം ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. നമ്മുടെ ജോളി നേഴ്സറിയിൽ 2013 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിലെ പ്രധാന അധ്യാപിക, കുട്ടികളുടെയും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ഹൃദയത്തിൽ ഇടം പിടിച്ച സിസ്റ്റർ, പ്രായത്തെ വെല്ലുന്ന ചുറുചുറുക്ക് സിസ്റ്റർ എലൈസ് മേരി. വളരെയേറെ തിരക്കുകളുണ്ടായിട്ടും ഇന്ന് ജോളി ഫെസ്റ്റിൻ്റെ ആഘോഷവേളയിൽ ഇവിടെ വന്ന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായ കലാപ്രതിഭകളെ പൊന്നാടി അണിയിക്കുകയും ചെയ്ത സിസ്റ്റർ എലൈസ് മേരിക്ക് ജോളി നേഴ്സറി കുടുംബം 1000 നന്ദിയും പ്രാർത്ഥനയും നേരുന്നു. അങ്കമാലി മുനിസിപ്പാലിറ്റി PWD സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, നമ്മുടെ വാർഡ് കൗൺസിലർ, നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഏത് ആവശ്യങ്ങളിലും ഒരു പരിഭവമില്ലാതെ എത്തിച്ചേരുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമ മിസ്സിസ് ലെക്സി ജോയ്, നമ്മുടെ ജോളി ഫെസ്റ്റ് 2025 വേദിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ശ്രീമതി ലെക്സി ജോയ്ക്ക് ഒത്തിരി സ്നേഹത്തോടെ ജോളി നേഴ്സറി കുടുംബം നന്ദി അറിയിക്കുന്നു. ജോളി നേഴ്സറി സ്കൂളിൻ്റെ നെടുന്തൂണ്, പ്രവർത്തനങ്ങളുടെ ശക്തി കേന്ദ്രം, കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സ്റ്റാഫിൻ്റെയും പ്രിയപ്പെട്ട ഹെഡ് മിസ്റ്റേഴ്സ് സിസ്റ്റർ ജസ്മി ജോസ്, ജോളി ഫെസ്റ്റ് 2025 പൊതുവേദിയിലെ ഏവർക്കും സ്വാഗതം ആശംസിച്ച് സംസാരിച്ച ഹെഡ് മിസ്റ്റേഴ്സ് ജസ്മി ജോസിന് സ്റ്റാഫിൻ്റെയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും നന്ദിയും പ്രാർത്ഥനയും നേരുന്നു. നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മുതൽക്കൂട്ട് പാരൻസ് തന്നെയാണ്. നേഴ്സറിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും തങ്ങൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന പാരൻസ് ഞങ്ങളുടെ ശക്തിയും കരുത്തുമാണ്. ഏറെ തിരക്കിനിടയിലും ഇവിടെ എത്തി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച
പാരന്റ് പ്രതിനിധി രാജഗിരി കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ മിസ്സിസ് മെഹബൂബ പി ഷാരിഫിന് ജോളി നഴ്സറി കുടുംബത്തിന്റെ അകമഴിഞ്ഞ നന്ദി അറിയിക്കുന്നു. 2012 ജൂൺ മുതൽ 2015 മാർച്ച് വരെ ജോളി നഴ്സറി കുടുംബത്തിന്റെ സ്വന്തം ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുത്ത കലാപ്രതിഭകൾ, വിനയവും വിവേകവും ഒത്തുചേർന്ന പെരുമാറ്റം, മാസ്റ്റർ നകുരാജ് ആൻഡ് കുമാരി പവിത്ര മനോജ്. ഇന്നത്തെ ജോളി ഫെസ്റ്റ് 2025 പൊതുസമ്മേളന വേദിയിൽ നമ്മുടെ വിദ്യാലയത്തെയും പഠിപ്പിച്ച ടീച്ചേഴ്സിനെയും കുറിച്ച് നല്ല വാക്കുകൾ സംസാരിച്ച് നമ്മെ ധന്യരാക്കുകയും ഇന്നത്തെ കലാസന്ധ്യയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത നകുൽരാജിനും പവിത്ര മനോജിനും ജോളി നഴ്സറി കുടുംബം ഏറെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ നന്ദിയുടെ 1000 വാടാമലരുകൾ അർപ്പിക്കുന്നു. കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ദാനമാണ്. അവരുടെ ഓരോ വാക്കും സംസാരവും നമുക്കേവർക്കും വിലപ്പെട്ടതാണ്. ജോളി ഫെസ്റ്റ് 2025 പൊതുസമ്മേളന വേദിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച വിദ്യാർത്ഥി പ്രതിനിധികളായ മാസ്റ്റർ നാസി കെ പിക്കും കുമാരി നിയാസിയയ്ക്കും ജോളി നഴ്സറി സ്റ്റാഫിന്റെ, പാരൻസിന്റെ, വിദ്യാർത്ഥികളുടെ ഒത്തിരിയേറെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ആണ്ടുവട്ടത്തിലെ പ്രവർത്തനങ്ങളുടെ അവലോകനമാണ് വാർഷിക റിപ്പോർട്ട്. ആ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ച ശ്രീമതി വർഷ ടീച്ചറിനും വീഡിയോ തയ്യാറാക്കി തന്ന മിസ്റ്റർ മനോജിനും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ജോളി നഴ്സറിയിലെ എല്ലാ ആഘോഷവേളകളും മനോഹരമായ ഫോട്ടോയാക്കി നമുക്ക് തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഫോട്ടോഗ്രാഫർ ജോസഫ് ഏട്ടനെ ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അതിമനോഹരമായ സ്റ്റേജും പന്തലും കൂടാതെ ലൈറ്റ് ആൻഡ് സൗണ്ടും ഒരുക്കി തന്ന പോളേട്ടനെ ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ജോളി ഫെസ്റ്റ് 2025 മനോഹരമായ ഇൻവിറ്റേഷൻ കാർഡ് തയ്യാറാക്കി തന്ന സജോ സാറിനെ നന്ദിയോടെ ഓർക്കുന്നു. വാർഷികാഘോഷത്തിന്റെ സ്പോൺസർമാരെയും ഉപകാരികളെയും നന്ദിയോടെ ഓർക്കുന്നു. ജോളി ഫെസ്റ്റ് 2025 വാർഷികം മനോഹരമാക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന രക്ഷാകർത്താക്കൾ, നിർമ്മല ഭവനിലെയും മറ്റു മഠങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന സിസ്റ്റേഴ്സ്, നല്ലവരായ നാട്ടുകാർ, കുട്ടികളെ ഒരുക്കാൻ വന്നിരിക്കുന്ന അമ്മമാർ, എല്ലാത്തിനും ചുക്കാൻ പിടിച്ച് ഓടി നടക്കുന്ന ഡാൻസ് ടീച്ചർ, മ്യൂസിക് ടീച്ചർ, ജോളി നഴ്സറി സ്റ്റാഫ്, കുട്ടികളെ സുരക്ഷിതമായി കൊണ്ടുവിടുന്ന ഡ്രൈവേഴ്സ്, എല്ലാത്തിനും ഉപരി പരിപാടികൾ അവതരിപ്പിക്കാൻ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പിഞ്ചോമനകൾ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട സാമ്പിക്കൽ അച്ഛൻ ഇത്തിരി വൈകിയാണ് വന്നത്. അപ്പം അച്ഛന് നന്ദി പറയാൻ വിട്ടുപോയി. എല്ലാവരുടെ പേരിലുള്ള നന്ദി അച്ഛനെ അറിയിക്കുന്നു. ഇനിയും ആരുടെയും പേര് നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.